in English and post-graduation in Tesli from English and Foreign Language University, Hyderabad. Let me proudly introduce today's faculty, one of the outstanding participants of pre-trainers workshop, ESL and soft skill trainer, Jessie Ashida Jasmine. Madam, Ashida madam, the floor is yours. Okay, thank you, Sumi sir. Okay, yeah. So can I start? Yeah, sure. Okay, sure. Okay. So a very good evening to all the dear participants. We're about to start our session. Before starting the session, I would like to give introduction is already given by Subir sir. So the introduction the ആവശ്യം ഉണ്ടാവില്ല. But still എങ്ങനെയാണ് ഞാനൊരു ഈ ഒരു ഇംഗ്ലീഷ് ട്രെയിനിങ് മേഖലയിലേക്ക് എത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഇൻസിഡന്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞാനൊന്ന് പറയാം. ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. ത്രൂ ഔട്ട് സ്കൂളിംഗ് എല്ലാം മലയാളം മീഡിയത്തിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്കൂളിങ്ങിന്റെ സമയത്ത് തൊട്ടേ ഇംഗ്ലീഷിനോടൊരു ആ ഒരു ലാംഗ്വേജിനോട് എന്തോ ഒരു പാഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ വളരെ റെസ്പെക്റ്റോട് കൂടി നോക്കിയത് നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ. അതേപോലെ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പം സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ് ഒക്കെ ഒത്തിരി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിനോട് എന്തോ ഒരു ചെറിയ ഇഷ്ടക്കൂടുതൽ ഉണ്ടായിരുന്നു. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലെവലിൽ ഇംഗ്ലീഷ് പോയം റെസിറ്റേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പൊ ഞാനൊരു മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ നോബഡി വാസ് എക്സ്പെക്ടിങ് ദാറ്റ്. കാരണം ഞാൻ ഡിസ്ട്രിക്ട് ലെവലിലും സബ് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികളായിരുന്നു. അപ്പം അവരെയൊക്കെ പിന്നെ പിന്തള്ളിയിട്ട് ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടി സ്റ്റേറ്റ് വരെ എത്തിയപ്പം അതെനിക്കൊരു എന്തോ ഒരു അത് വിച്ച് വാസ് ലൈക്ക് വെൻ ഐ വാസ് ഇൻ 10th സ്റ്റാൻഡേർഡ്. അതെനിക്ക് ഇംഗ്ലീഷിനോടുള്ള ഒരു ഇഷ്ടം ഒന്നും കൂടെ കൂടി. സോ അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു ലൈക്ക് ഐ വിൽ ബി പെർസ്യൂയിങ് മൈ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ മെയിൻ ആയിട്ട് എടുത്ത് പഠിക്കണം എന്ന് അന്ന് തന്നെ ഉറപ്പിച്ചു. അന്ന് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ കേരളത്തിന് പുറത്ത് പോയിട്ട് പഠിക്കണം. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും അറിയില്ല, ഇംഗ്ലീഷ് മീഡിയം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും മലയാളം മീഡിയം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒക്കെ ഉള്ളവരുണ്ടാകും നമ്മുടെ പാർട്ടിസിപ്പൻസിൽ. പക്ഷെ ഇംഗ്ലീഷ് വെൻ ഇറ്റ് കംസ് ടു ദ സ്പീക്കിംഗ് പാർട്ട് എല്ലാവർക്കും ഒരു വലിയ പ്രശ്നമാണ്. എനിക്കും അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലാസ്സസ് ഒക്കെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ പുറത്ത് പോയിട്ട് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ച്വലി എന്റെ ആഗ്രഹം ഇന്ത്യക്ക് പുറത്ത് പോകണമെന്നായിരുന്നു. അത് ആഗ്രഹിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഐ വാസ് മാനേജ് ടു ഗോ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്, ലൈക്ക് ഔട്ട് ഓഫ് കേരള. അങ്ങനെ ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, മികച്ച എന്നല്ല ഇന്ത്യയിൽ ആകെ ഒരു ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി അത് തന്നെയുള്ളൂ, ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി, ഇറ്റ്സ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നതും. അതിനുശേഷം അവിടുന്ന് ഡിഗ്രി, BA, എന്റെ PG എല്ലാം അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത്. അപ്പം ഈ ഇംഗ്ലീഷ് ഒരു ഭാഷ എന്നുള്ളത് നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ സ്പീക്കിംഗ്. വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഒന്നുകൂടെ ഒരു ട്രെയിനിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാം, ലാംഗ്വേജ് ട്രെയിനർ ആയിട്ടും അതേപോലെ തന്നെ മറ്റ് ട്രെയിനിങ്ങും വരാമെന്നുള്ളൊരു that is the background story. Okay, ഇനി ഞാനിപ്പോ പറഞ്ഞല്ലോ ഞാന് പുറത്ത് ആണ് പഠിച്ചത്, ഹൈദരാബാദ് ആണ് പഠിച്ചത്. സോ അവിടെ ഉണ്ടായിട്ടുള്ള എന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാൻ ഞാൻ പോവാണ്. സോ ഇറ്റ് ഹാപ്പൻഡ് ലൈക്ക് ഓൺ മൈ ഫസ്റ്റ് ഡേ അറ്റ് ദ യൂണിവേഴ്സിറ്റി. സോ അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ കുട്ടികൾ വളരെ കുറവാണ്. കൂടുതൽ കുട്ടികളും
നമ്മളെ സൗത്ത് പാർട്ട് എന്നാണ് കേരളത്തിൽ നിന്നുള്ളവരൊക്കെ. അന്ന് വളരെ പേടിച്ചിട്ടാണ് അവിടെ പോകുന്നത്. കാരണം ലാംഗ്വേജ് ഒരു വലിയ പ്രശ്നമാണല്ലോ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കയറി. കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. കാരണം എന്റെ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള ഒരു എൻറോൾമെന്റ് ആണ്. സെക്കൻഡ് എൻറോൾമെന്റിലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ പോയി ഇരിക്കുന്നു. വലിയ ക്ലാസ് ആണ്. ഒരു 100 കുട്ടികൾ ഉണ്ടാവും അവിടെ. ലൈക്ക് ബോത്ത് ഇന്ത്യൻസ് ആൻഡ് ഫോറിനേഴ്സ്. പുറത്തുനിന്നുള്ള കുട്ടികളും ഉണ്ട്, ലൈക്ക് ഞങ്ങളെ പോലെ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികളുണ്ട്. സോ ഐ മാനേജ് ടു ഗെറ്റ് എ സീറ്റ് ഇൻ ദ ബാക്ക് റോ. അവിടെ ഇരുന്ന ലൈക്ക് ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ഓക്വേർഡ് മൊമെന്റ് ആയിരുന്നു. കാരണം ഐ ഡിഡ്ന്റ് ഹാവ് എനി എക്സ്പോഷർ ടു സിറ്റ് ഇൻ കംപ്ലീറ്റ് ഇംഗ്ലീഷ് മീഡിയം എക്സ്പോഷർ. അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ട് പരിചയമില്ല. ലെക്ചർ ഫുള്ള് ഇംഗ്ലീഷില്. അപ്പൊ എനിക്ക് ഒന്നും മനസ്സിലായില്ല. And after the class കഴിഞ്ഞിട്ട് there was a student. I mean, I think she was from her name is Sharanya and she was from Hyderabad. അപ്പൊ ഞാൻ ആ കുട്ടി അടുത്തിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പേരൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ ഞാൻ ആ കുട്ടീനോട് സംസാരിച്ചു. സോ ഷീ വാസ് വെരി ഫ്ലുവന്റ്. ഓഫ് കോഴ്സ് ആ കുട്ടി നല്ല അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ നല്ല ഫ്ലുവൻസി ഉള്ള, നല്ല ഒരു ഇംഗ്ലീഷ് എക്സ്പോഷർ ഒക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിയായിരുന്നു. And that was my second awkward moment in my life. I mean, if flu ne patti aalokikkumbo oru second awkward moment adaayirunnu. She started speaking in English. Ariyavunna English la I said my name evidna varunnu ennokke paranju. Pinne she started speaking onnu kuda deep aayittulla conversation lokku poyappo I couldn't manage. എനിക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, but I was not being able to respond to the conversation. ആ കോൺവെർസേഷനോട് ക്യാച്ചപ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ദാറ്റ് വാസ് ദ സെക്കൻഡ് ഓക്വേർഡ് മൊമെന്റ്. പിന്നെ ഇതേപോലുള്ള ഒരുപാട് ഓക്വേർഡ് മൊമെന്റ്സിന്റെ ഒരു ഘോഷയാത്രയായിരുന്നു ഒരു 3 മാസം. ക്ലാസ്സിൽ ഇരുന്നാൽ ഒന്നും മനസ്സിലാവില്ല. എന്റെ ക്ലാസ്സിന് ശേഷം ആഫ്റ്റർ ദ ക്ലാസ് ഐ യൂസ് ടു കളക്ട് ദ ലെക്ചേഴ്സ് ഫ്രം അതർ സ്റ്റുഡൻസ്. അവരുടെ അടുത്ത് പോയിട്ട് കളക്ട് ചെയ്യും. കാരണം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ദ മെയിൻ റീസൺ എന്താ, നിങ്ങൾക്ക് ഒരു പക്ഷേ എല്ലാവരുടെ ലൈഫിലും ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പീക്കിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതേപോലുള്ള മൂമെന്റ്സ് ഒക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ബട്ട് ദെൻ ഐ മാനേജ് ടു ഓവർകം ദാറ്റ്. നമ്മള് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. സ്റ്റിൽ ഐ ഹാഡ് ലോട്ട് ഓഫ് മലയാളി ഫ്രണ്ട്സ്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും കൂടുതൽ മലയാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ നടക്കുക. മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിനും പകരം നമ്മൾ മലയാളീസ് തന്നെ ഒരു ഗ്യാങ് ഉണ്ടാക്കി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ ദ സെയിം തിങ് ഹാപ്പൻ ടു മീ ഓൾസോ. നമുക്ക് ഒരുപാട് മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സോ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ മലയാളീസുമായിട്ട് മിങ്കിൾ ചെയ്യണം. അതും കുറച്ച് പ്രശ്നമായിരുന്നു, ബട്ട് സ്റ്റിൽ ഐ മാനേജ്ഡ് ഇറ്റ്. സോ ഇത്തരത്തിലുള്ള കുറെ ഓക്വേർഡ് മൊമെന്റ്സ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. So I would like to go on to my slides. I want to show you a picture. Okay, can you see this? Screen കാണുന്നുണ്ടോ? madam കാണാൻ കഴിയുന്നുണ്ട്, കുഴപ്പമില്ല. Okay. See, I hope everybody can see the screen and hope you can read what I have written there. Respond ചെയ്യാം, ചാറ്റിലൂടെ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാം. ഇത് വായിച്ചിട്ട് of course this is ഏത് ലാംഗ്വേജ് ആണ് ആർക്കെങ്കിലും അറിയോ? Any guess? And you can see along with that you can see a picture of ഇദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ആണ്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ആൻഡ് ആർക്കെങ്കിലും ഇത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം ചാറ്റിലൂടെ. ഓക്കെ, ജർമ്മൻ ആണ്, ഫ്രഞ്ച്, സ്പാനിഷ്, നോ ഐഡിയ. ഓക്കെ, okay, options are coming like Spanish. Okay, കൂടുതൽ ആളുകൾക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. നമ്മളെ പ്രോഗ്രാമിന്റെ പോസ്റ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? കണ്ടിട്ടുണ്ടാവുമല്ലോ.
ആ പോസ്റ്ററിൽ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പോസ്റ്ററിലുള്ള കൊട്ടേഷൻ ഒരുപാട് പേര് ജർമ്മൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്, ആരോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, I would like to give you the meaning of. I'm not there to read this because this is German. എനിക്ക് ജർമ്മൻ അറിയില്ല. This is German language. ഞാൻ വായിക്കത്തില്ല, കാരണം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഞാൻ തെറ്റായിട്ടായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. I will show you the meaning. Yeah, I hope you can see, you can read it. The limits of my language define the limits of my world. Okay. This he's actually a philosopher, a very famous Austrian philosopher. ഈ കൊട്ടേഷൻ ആക്ച്വലി അതിന്റെ ശരിയായിട്ടുള്ള രൂപം ജർമ്മനിലാണ്, അതിന്റെ ട്രാൻസ്ലേഷൻ ആണിത്. അപ്പൊ സി, ഹിസ് നെയിം ഇസ് ലുഡ്വിഗ് ഗിറ്റ്വെൻസൺ. ആൻഡ് ഈ ഒരു ഇൻസിഡന്റ് ഞാൻ എന്തിനാണ് ഈ കൊട്ടേഷൻ എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, the simple thing itself shows that the limit of my language defines the limits of my world. മുന്നേ കാണിച്ചത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. ഓഫ്കോഴ്സ് അത് അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. ആ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കൊട്ടേഷനും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. I think this is a great example to make us all realize that എന്തുമാത്രമാണ് നമുക്കൊരു ലാംഗ്വേജ് അറിയില്ല എന്നുള്ളത് കൊണ്ട് എന്തുമാത്രമാണ് നമ്മൾ ലിമിറ്റഡ് ആയി പോകുന്നത്, എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ലിമിറ്റ്സ് മൈ വേൾഡ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ലിമിറ്റ്സ് മൈ തിങ്കിങ് ആണ്. നമുക്ക് ആ ഒരു സാധനം എന്താണ്, അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതെന്താ, ഐ എം ടേക്കിംഗ് ബാക്ക് ടു മൈ ക്ലാസ് റൂം. അവിടെ ഞാൻ ഇരിക്കുന്നു, എന്റെ ലെക്ചേഴ്സ് എന്തൊക്കെയോ പറയുന്നു, ലിറ്ററേച്ചർ ആണ്, ലിംഗ്വിസ്റ്റിക്സ് ആണ്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ആണ് ലൈഫിൽ അങ്ങനത്തെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ അവര് പറയുന്നത് തന്നെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ഗുഡ് പ്രൊഫിഷ്യൻസി ഇൻ ലിസണിങ് സ്കിൽ. എനിക്ക് നല്ല ലിസണിങ് സ്കിൽ ഇല്ല, എനിക്ക് ലിസൺ ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല അവർ പറയുന്നത്. അത് എനിക്കൊരു വലിയൊരു ഹിൻഡ്രൻസ് ആണ്. എന്റെ കൂടെയുള്ള കുട്ടികൾ അനായാസം ക്ലാസ്സിൽ ഇരുന്ന് അത് ശ്രദ്ധിച്ച് അവർ നോട്ട്സ് എഴുതുന്നു, മനസ്സിലാക്കുന്നു. ബട്ട് there it limits that language, my inability to listen to English lecture. അതും ലെക്ചറാണ്. അപ്പം അത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ ഒരുപാട് സ്ട്രഗിൾ, ഇതേപോലെ ഒരുപാട് സ്ട്രഗിൾസും ഇതേപോലെ ഒത്തിരി ഓക്വേർഡ് മൊമെന്റ്സും നമ്മുടെ ലൈഫിൽ ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. Okay, so I'm again introducing this personality. He's a very famous 20th century philosopher. Cambridge professor ആയിരുന്നു. Okay, ഇനി ഞാൻ വേറൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. Why English? നമുക്കറിയാം, English is a global language. We say English is a world language. And why English? എന്തുകൊണ്ട് അത് ഫ്രഞ്ച് ആയിട്ടില്ല, എന്തുകൊണ്ട് സ്പാനിഷ് ആയില്ല, എന്തുകൊണ്ട് ചൈനീസ് ആയില്ല? ഏറ്റവും അധികം ആളുകൾ വേൾഡിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അധികം സംസാരിക്കുന്നത് സ്പാനിഷ് ആണ്. അതിനുശേഷം മാത്രമേ ഇംഗ്ലീഷ് വരുന്നുള്ളൂ. പക്ഷെ എന്താണ് ഇത്രയും ഒരു ഡൊമിനേഷൻ? ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇത്ര ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയത്? another word which I would like to use is the most powerful language. English is the most powerful language. എന്താണ് പവർഫുൾ? ആരാണ് പവർഫുൾ? മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമുക്ക് സ്ട്രെങ്ത്, ഓഫ് കോഴ്സ് സ്ട്രെങ്ത്. somebody is strong, we will say they are powerful. And if somebody is able to influence others, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ പവർഫുൾ എന്ന് വിളിക്കും. അപ്പം if English is powerful, the main reason is the people who speak English is powerful. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്.
അപ്പം ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഗിവ് യു എ ലിറ്റിൽ ഇൻസൈറ്റ്. നമുക്കൊരു കാര്യം പറയുമ്പം അതിന്റെ കുറച്ച് എല്ലാ വശങ്ങളും കൂടെ നോക്കി പോകുമ്പോൾ ഒന്നും കൂടെ രസകരമായിരിക്കും എന്ന് തോന്നുന്നു. സോ നമ്മളൊരു 17th 19th സെഞ്ചുറിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബ്രിട്ടീഷ് അവര് ലോകം മുഴുവൻ നടന്ന് അവരുടെ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, അവരുടെ എംപയർ അവർ എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മാത്രം ഒരു വേൾഡ് ലാംഗ്വേജ് ആയിട്ട് മാറിയത്. ബിക്കോസ് ദോസ് പീപ്പിൾ വർ പവർഫുൾ, so they could establish, they could develop their colonies around Asia, around Africa, and that is how English become the most powerful language. കാരണം അവിടെ കൂടുതലായിട്ടും അന്നത്തെ കാലത്ത് അഡ്മിനിസ്ട്രേഷനും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. നേറ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആവശ്യമുള്ളവർ പിന്നീട് എന്തായി, അവരെ ആവശ്യമുള്ളവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അങ്ങനെ അത് ലോകം മൊത്തം അതിങ്ങനെ സ്പ്രെഡ് ആയി. യെസ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഇതില് ബ്രിട്ടന് മാത്രമല്ല, ബ്രിട്ടൻ എന്ന് പറയുന്നത് ആലോചിച്ച ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. അത് ഒരു കൊച്ചു രാജ്യമാണ്. ആ രാജ്യത്തിലെ അവിടുത്തെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ നമ്മുടെ ലോകം മുഴുവൻ ആളുകൾ ഏറ്റെടുത്ത് അത് നമ്മളുടെ ഒരു ലിങ്ക് ലാംഗ്വേജ് ആയിട്ട്, ലിങ്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഓരോ രാജ്യത്തെ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഭാഷയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ആളുകൾ എന്നുള്ള പദവിയിലേക്ക് ഇംഗ്ലീഷ് ഉയർന്നു. വീണ്ടും നമ്മളൊരു 20th സെഞ്ചുറി എടുക്കുമ്പോഴും അവിടെ നമ്മൾ കാണുന്നത് the United States of America has become a more powerful economic force. അവരൊരു വലിയൊരു എക്കണോമിക് ഫോഴ്സ് ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്തു. their language is also English. അപ്പം അതാണ് അതിന്റെ ഒരു സെക്കൻഡ് റീസൺ. ഫസ്റ്റ് ഫേസ് അതായിരുന്നു കോളനീസ്, ആൻഡ് സെക്കൻഡ് ഫേസ് ഇസ് ഓഫ് കോഴ്സ് ദി ഗ്രോത്ത് ഓഫ് അമേരിക്ക ആസ് ദി മൈറ്റി എക്കണോമിക് പവർ. അങ്ങനെയാണ് ഇംഗ്ലീഷ് നമ്മുടെ ഒരു ഇംഗ്ലീഷ് നമ്മളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ ലാംഗ്വേജ് ആയിട്ട് മാറിയത്. നമ്മൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും അവരുടെ നമ്മളിപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോഴും അവരുടെ ഭാഷയും അവരുടെ കുറെ സംസ്കാരം നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും അവരുടെ ഭാഷ ഇപ്പോഴും നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. because of this language many people are not being able to realize their dreams. ഒരുപാട് ഹിൻഡ്രൻസസ്, നല്ല ജോലി കിട്ടാൻ, നല്ല അവസരം കിട്ടാൻ പലപ്പോഴും നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ മെയിൻലി 2 റീസൺസ് ആണ് വൈ. നമ്മുടെ എല്ലാവരുടെയും ഒരു കോമൺ മോട്ടീവ് എന്താണ്? ഫസ്റ്റ് വൺ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ എസ്റ്റാബ്ലിഷ് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്, നല്ല ഓപ്പർച്യൂണിറ്റീസ്, മേ ബി ജോബ് കരിയർ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല. വി മസ്റ്റ് ഹാവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് വി ഹാവ് ഹിയർ അറൌണ്ട് 86 പാർട്ടിസിപ്പൻസ്. എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള ഈ സമയം, ഈ നേരം എന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കോമൺ ഗോൾ എന്ന് പറയുന്നത് ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഇഫ് ഐ കെൻ ഇത്രയൊരു ടൈം 1 hour ടൈം എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് എന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റണം എന്നുള്ള ഒരു ഗോളോട് കൂടിയിട്ടാണ് എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി I can contribute something and I can make you satisfied. So we are moving on to our presentation, level up your English. So all are here to കുറച്ചുള്ള എല്ലാവരും ഓരോ ലെവലിലായിരിക്കും നിൽക്കുന്നത്, റൈറ്റ്? ഇപ്പൊ ഇംഗ്ലീഷ് നമ്മുടെ ലാംഗ്വേജിനെ പറ്റി പൊതുവെ പറയുമ്പം 3 ലെവൽസ് ആണ് ആക്ച്വലി പറയാം. ബേസിക് ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ ആൻഡ് അഡ്വാൻസ്ഡ് ലെവൽ. അതിൽ തന്നെ അതിന്റെ ഇടയിൽ ഒരുപാട് ലെവൽസ് വരുന്നുണ്ട്. ബേസിക് ആയിട്ട് ഈ 3 ലെവലിലാണ് വരുന്നത്. അപ്പം ഇവിടെയുള്ള എല്ലാവരും ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ്. ഞാൻ ഒരു ചെറിയായിട്ട് പറയാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പ്രസന്റേഷൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിൽ ബി ഡിസ്കസിങ് ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ആദ്യം എന്താണ് പ്രോബ്ലം വെച്ചിട്ട് തുടങ്ങാം. സൊല്യൂഷനിലേക്ക് കാണും. സൊല്യൂഷൻ കാണുന്നതിന് മുന്നേ നമുക്ക് ആദ്യം പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് പ്രോബ്ലംസ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, so why your English is not improving? That is the first factor we'll be discussing, and we'll also will check how to train your brain to think in English. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. And we'll also look at some techniques to improve your fluency. And finally,
കുറച്ച് daily habits, the things that you have to do every day to level up your English. So idana oru summary. These things we'll be covering up by the end of this presentation. And namukku begin cheyam. Why your English is not improving? ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു തവണയെങ്കിലും ലൈഫിൽ ചോദിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം. ആൻഡ് അതിനു വേണ്ടി അല്ലേ എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു കൺസേൺ ആയിരിക്കും. ഒരുപാട് കാലങ്ങളായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് ദ റിസൾട്ട്. I'm not being able to speak fluently. I'm not confident. I'm making a lot of mistakes. Why it is happening? ഇങ്ങനെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, സോ നമ്മൾ ഇതിനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, why you are not improving your English is you don't spend enough time on it. ഇപ്പൊ നിങ്ങൾ പറയുന്നില്ല ഞാൻ ഒത്തിരി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല രീതിയിലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ അല്ലെ? യെസ്, ഐ ഹോപ്പ്. സോ ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫേവറേറ്റ് കൊട്ടേഷൻ ഉണ്ട്, ലേണിംഗ് എ ലാംഗ്വേജ് ഇസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഇസ് എ ജേർണി എന്നാ പറയാം. നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനിലൊന്നും എത്താൻ പറ്റില്ല. നമുക്കൊരു ഗോൾ അങ്ങനെ ഇത്ര ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഐ എം പ്രൊഫഷണൽ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് എ ജേർണി. അത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ്ലി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യാ. സോ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ചില സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, നിങ്ങൾ പ്ലാൻ ഒക്കെ ഉണ്ടാക്കും, കുറച്ച് നിങ്ങളത് ഫോളോ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ഒരു 3 മാസത്തോളം പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 1 month ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആരെങ്കിലും എല്ലാ ദിവസവും ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ചെയ്യുന്ന ആളുകളുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടോ? എത്ര പേരുണ്ട് എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ വെരി ഗുഡ്. But this is the first reason why you are not improving your English. എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇത് എന്തെങ്കിലും അല്ല, ദിസ് ഇസ് എ ലാംഗ്വേജ്. നമ്മളൊരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. യു ഹാവ് ടു ഡു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ ടഫ് ടാസ്ക് ആസ് വെൽ, ബട്ട് കൺസിസ്റ്റൻസി ഇസ് ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ഡു ഇറ്റ് എവറി ഡേ. ഡെയിലി ഒരു ഇത്ര സമയമെങ്കിലും യു ഹാവ് ടു സ്പെൻഡ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാ ഞാൻ പറയാം. ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. Then only you will achieve the goal. So ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുക, am I investing enough time? എല്ലാ ദിവസവും ഞാനൊരു 2 minutes എങ്കിലും അല്ലെങ്കിൽ ഒരു 5 minutes എങ്കിലും ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടോ? വെരി ഈസി. ഒരു 2 minutes ഒക്കെ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് യു ക്യാൻ സമയം കണ്ടെത്താൻ വലിയ പാടൊന്നുമില്ല. So I'm going back to the second point. You are too passive. Yeah. You know what does that mean? ഇംഗ്ലീഷിനെ പറ്റി പറയുമ്പോൾ, ഇംഗ്ലീഷിനെ പറ്റി എന്നല്ല, ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും ആക്ച്വലി വി ഹാവ് 4 skills. 4 സ്കില്ലാണ് ഒരു ലാംഗ്വേജ് ഉള്ളത്. The skills are listening, speaking, reading and writing. 4 skills. ഈ 4 skills കൂടുമ്പോഴാണ് ഒരു ലാംഗ്വേജ്, അല്ലെങ്കിൽ ഈ 4 skills നമ്മൾ അക്വയർ ചെയ്യുമ്പോഴാണ് we can say that I have mastery over that particular language. Okay. So നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, but you are too passive. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് യു മൈറ്റ് ബി ഓക്കെ, എന്റെ ഇംഗ്ലീഷ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വിൽ ബി ലിസ്ണിംഗ് ടു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു പക്ഷെ കുറെ ഇംഗ്ലീഷ് എന്തെങ്കിലും ഓഡിയോസ് ഒക്കെ കേൾക്കുന്നുണ്ടാവും. യു മൈറ്റ് ബി വാച്ചിങ് മൂവീസ്. റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് യു മൈറ്റ് ബി റീഡിങ് ചെയ്യുന്നുണ്ടാവും. ബേസിക്കലി ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കമ്പ്യൂട്ടർ പോലെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്തേക്ക് ഇൻപുട്ട് കൊടുത്താലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഇൻപുട്ട് എന്ന് പറയും, ഔട്ട്പുട്ട് എന്താണെന്ന് ആദ്യം പറയാം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, എന്തിനാണ് നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? സ്പീക്കിങ്ങിനാണ്. നമ്മുടെ ഫസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്പീക്കിംഗ് ആണ്. ഓഫ് കോഴ്സ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ദെയർ ടു കമ്മ്യൂണിക്കേറ്റ്, ആ സ്പീക്കിംഗ് മോഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് ദെൻ സെക്കൻഡ്ലി ഇറ്റ് വുഡ് ബി ലൈക്ക് റൈറ്റിംഗ് അല്ലെ, രണ്ടാമത് വരുന്നത് റൈറ്റിംഗ്.
ഇത് രണ്ടുമാണ് ഔട്ട്പുട്ട്, പുറത്തേക്ക് വരുന്നത്. ഈ രണ്ട് സാധനങ്ങളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. ഫോർ സ്പീക്കിംഗ് യു ഹാവ് ടു പ്രാക്ടീസ് ലിസണിങ്, ആൻഡ് ഫോർ റൈറ്റിംഗ് യു ഹാവ് ടു പ്രാക്ടീസ് റീഡിങ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴും യു മൈറ്റ് ബി തിങ്കിങ്, ഓക്കെ ഞാൻ ഒത്തിരി ഓഡിയോസ് ലിസൺ ചെയ്യുന്നുണ്ട്, ഞാൻ ഒത്തിരി വായിക്കുന്നുണ്ട്, ബട്ട് എന്റെ റൈറ്റിംഗ് സ്കില്ലും സ്പീക്കിംഗ് സ്കില്ലും ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്നുള്ള കൺസേൺ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് യു ആർ വെരി പാസീവ്. നിങ്ങൾക്ക് ഏത് സ്കില്ലാണോ ഡെവലപ്പ് ചെയ്യേണ്ടത് ആ സ്കില്ല് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അത് നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് പ്രൊഫഷൻഡ് ആവാൻ പറ്റുള്ളൂ. സോ ഓഫ് കോഴ്സ് ഇഫ് യു ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, you have to practice speaking, you have to speak. And if you want to write good English, you have to write it. Simply reading is not enough. Reading, of course, you will get the enough input ഒക്കെ കിട്ടും, പക്ഷേ you have to practice those specific skills. So if you are very passive, it will not happen. That is the second mistake that you have been doing. Okay, let's move on to the next one. You don't review. Yeah, review in the sense grammar rules പഠിക്കുന്നുണ്ടാവും ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൊക്കാബുലറീസ് കാണുമ്പോൾ നോട്ട് ചെയ്യുന്നുണ്ടാവും, എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യല്ല, നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ടാവും. പക്ഷേ ഇഫ് യു നോട്ട് റിവ്യൂയിങ് ഇറ്റ് പ്രോപ്പർലി, ഡെഫിനറ്റ്ലി ഫോർഗെറ്റ് എവറിത്തിങ്. സിമ്പിൾ. റിവ്യൂ മീൻസ് യു ഹാവ് ടു റിപ്പീറ്റ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതിലുള്ള ഒരുപാട് ആളുകൾ ഗ്രാമർ പ്രശ്നമുള്ളവരുണ്ടാവും. ഐ ഡോണ്ട് നോ ദ ഇംഗ്ലീഷ് ഗ്രാമർ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്രാമർ പഠിപ്പിച്ചു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഗ്രാമർ ഇസ് നത്തിങ്. നമ്മൾ റൂൾസ് പഠിച്ചിട്ടാണോ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം പഠിച്ചത്? ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മദർ ടങ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ഇസ് എ സെക്കൻഡ് ലാംഗ്വേജ്. സോ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ് ആണ് മലയാളം. അപ്പൊ ഈ മലയാളം നമ്മൾ ആരും ഗ്രാമർ റൂൾസ് പഠിച്ചിട്ടൊന്നും അല്ലല്ലോ പഠിക്കുന്നത്, നമ്മളത് അക്വയർ ചെയ്തതാണ്, ലേൺ ചെയ്തതും അല്ല അല്ലെ. അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇമേഴ്സ് ആയിട്ട് നമ്മൾ തനിയെ പഠിച്ചതാണ്. നമ്മൾ ഡിക്ഷണറി എടുത്തിട്ടോ അല്ലെങ്കിൽ ഗ്രാമർ റൂൾസ് പഠിച്ചിട്ടോ ഒന്നും അല്ല നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കും ഒരു നാച്ചുറൽ വേയിൽ പഠിക്കുന്നതിനാണ് അക്വസിഷൻ എന്ന് പറയുക. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആ ഭാഷ പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നതിനാണ്. അപ്പം ആക്ച്വലി ഇംഗ്ലീഷ് നമ്മൾ ലേൺ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ലേൺ ചെയ്യുന്ന സമയത്ത് you have to do enough reviewing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have to repeat. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ you have to repeat, otherwise you will forget. So that is why you have forgotten all the grammatical rules that you have learned from school. And then നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊക്കെ എന്തൊക്കെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടും പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു കോഴ്സിന് പോയ സമയത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ then you stopped it there. You're not reviewing. There is no consistency. There is no review. That is why you forgot. Now I would like to move on to the next point, which is you're focused on mistakes. ഇത് എല്ലാവരുടെ ഒരു പ്രശ്നമായിരിക്കും, റൈറ്റ്? എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തുന്നതിൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഈ മിസ്റ്റേക്സിന്റെ പേടി കൊണ്ട് ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനത്തെ എക്സ്പീരിയൻസ്. എനിക്കും അതേപോലത്തെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് എന്താണ്, നമ്മളെന്തോ ഭയങ്കര സംഭവമാണ്, നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്നൊക്കെയുള്ള എന്തൊക്കെയോ ചില ഈഗോ ആയിട്ടുള്ള ചില തോട്ട്സ് നമ്മളെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് വി ആർ നോട്ട് കോൺഫിഡന്റ്. കാരണം നമ്മൾക്ക് മിസ്റ്റേക്ക് വരുത്താൻ വി ആർ ടൂ മച്ച് കോൺഷ്യസ് അബൌട്ട് മേക്കിംഗ് മിസ്റ്റേക്ക്. അയ്യോ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല, ഞാൻ പറയുന്ന സെന്റൻസിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ കറക്റ്റ് ഇത് തന്നെയാണോ വേർഡ് എനിക്ക് അറിയില്ല, അപ്പൊ ഏറ്റവും ബെറ്റർ മിണ്ടാതിരുന്നാൽ പോരെ, വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ സംസാരിക്കേണ്ടല്ലോ. ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് എനിക്കും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഐ വാസ് സംബഡി ഹു വാസ് അഫ്രേഡ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. നോട്ട് ഈവൻ പബ്ലിക് സ്പീക്കിംഗ്, ഓൾ സ്പീക്കിംഗ് ഈസ് പബ്ലിക് സ്പീക്കിംഗ്. ഐ അഗ്രി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ലൈക്ക് ആഫ്റ്റർ എ വൈൽ ഐ മാനേജ് ടു ഇംപ്രൂവ് മൈ ലിസണിങ് സ്കിൽ. പിന്നെ എനിക്ക് മറ്റുള്ളവരുടെ സഹായമൊന്നുമില്ല, നോട്ട്സ് ഒന്നും ഇല്ലാതെ ഐ മാനേജ് ടു സ്വന്തമായിട്ട് നോട്ട് എഴുതാനും അതേപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഞാൻ പഠിച്ചു. ബട്ട് ദെൻ ആ ഇഷ്യൂ സോൾവ് ചെയ്തപ്പോ എനിക്ക് വന്ന രണ്ടാമത്തെ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐ വാസ് വെരി അഫ്രേഡ് ടു റെസ്പോണ്ട്.
അതായത് ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു കോമൺ എല്ലാവരുടെ അടുത്തുനിന്ന് ഒരു റെസ്പോൺസ് എടുക്കുന്ന എന്തെങ്കിലും ഒരു ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഐ വാസ് സോ അഫ്രൈഡ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ വാട്ട് ഇസ് ദേർ ഇൻ മൈ മൈൻഡ്. നമ്മുടെ ലാംഗ്വേജ് എന്തിനാ? ടു കമ്മ്യൂണിക്കേറ്റ് our തോട്ട്സ്, നമ്മുടെ ഐഡിയാസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്ത മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ, അതിനാണ് ലാംഗ്വേജ്. എനിക്ക് മലയാളം ആണെങ്കിൽ പറ്റും, മലയാളം ഇറ്റ്സ് മൈ മദർ ടങ്, ഐ ഡോണ്ട് ഹാവ് ടു വറി. ബട്ട് അവിടെ ഞാൻ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും മനസ്സിലാവുള്ളൂ. ബട്ട് ദർ ഐ ഹാവ് ടു യൂസ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അത് ഉറപ്പാണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. I was somebody like ഒരു ഡൗട്ട് ചോദിക്കണമെന്നുണ്ടാവും, പക്ഷെ ഇത് ചോദിക്കുന്നത് ശരിയാണോ എന്ന് പേടിച്ചിട്ട് ക്ലാസ് കഴിയുന്നത് വരെ മിണ്ടാതിരിക്കും. എന്നിട്ട് വേറെ ആരോടെങ്കിലും പോയി ചോദിക്കും. പിന്നെ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആൻസർ അറിയുണ്ടാവും, അതൊന്ന് എഴുന്നേറ്റ് നിന്ന് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാല് പ്രശ്നമല്ലേ, മറ്റുള്ളവർ എന്താ എഴുതാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വിചാരം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് ദെൻ യു വിൽ ആസ്ക് മീ, അപ്പൊ നീ അതേപോലെ ചെയ്തിട്ടുണ്ടോ? ആർ യു ദ വൺ? ലൈക്ക് ആഫ്റ്റർ എ വൈൽ നമുക്ക് എന്താണോ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ചെയ്യാൻ, അത് തന്നെ ചെയ്യുക. അത് തന്നെയാണ് അതിന്റെ ഒരു സൊല്യൂഷൻ. യെസ്, ഹിയർ ഇവിടെ ഒരു ചെറിയ ഇൻസിഡന്റ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. ഒരു കുഞ്ഞു കാര്യം. അതായത് നമുക്ക് ഈ കോൺഫിഡൻസും മിസ്റ്റേക്സും ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സും നമ്മുടെ കോൺഫിഡൻസ് രണ്ടറ്റത്ത് കിടക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെക്കേഷന് എന്റെ പാരന്റ്സ്, ഞാൻ വെക്കേഷന് നാട്ടിലേക്ക് വന്നില്ല, എന്റെ പാരന്റ്സ് ദേ കെയിം ടു വിസിറ്റ് മീ അറ്റ് ഹൈദരാബാദ്. അപ്പം അതായത് എന്റെ പാരന്റ്സ്, എന്റെ ഫാദർ മദർ. അപ്പം നമ്മൾ വരുന്ന സമയത്ത് വെക്കേഷന്റെ സമയം ആയതുകൊണ്ട് അധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ വളരെ കുറച്ച് ഫ്രണ്ട്സ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹി വാസ് ഫ്രം ഉസ്ബെക്കിസ്ഥാൻ, ഹിസ് നെയിം ഇസ് സർദോർ ബെക്ക്. അപ്പം അന്ന് നമ്മൾ പുറത്ത് പോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണാം എന്ന് വിചാരിച്ചു. അപ്പം ഈ ഫ്രണ്ട് പറഞ്ഞു നമ്മളെ കൂടെ വരാം, സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മളെ കൂടെ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ ഉമ്മയും ഉപ്പയും ബെക്കും നമ്മൾ 4 പേരും കൂടെ പോയി. അപ്പൊ ഒരു ബോട്ടിങ്ങിന്റെ ഒരു സ്പോട്ടിലെത്തി. അപ്പം ഉമ്മ പറഞ്ഞു ഷീസ് നോട്ട് കമ്മിങ്, ഐ മീൻ ഷീ ഡസന്റ് വാണ്ട് ടു കം. അതൊരു ഐലൻഡ് ആണ്, അതിന്റെ ഉള്ളിലേക്ക് ഒരു ബോട്ടിങ് ഒരു ട്രിപ്പായിരുന്നു. സോ ഷീ സെഡ് ഐ ആം നോട്ട് കമ്മിങ്. ഞാൻ ഉപ്പയും നമ്മൾ പോകാൻ തീരുമാനിച്ചു. സോ ബെക്ക് പറഞ്ഞു ഞാൻ ഇവിടെ ഉമ്മന്റെ കൂടെ ഇരിക്കാം. He said all these things in English. Actually, പുള്ളിയും അത്ര വലിയ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ he can manage. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും. Okay, and then he said I'll sit here and with my mother, and then we left. എനിക്ക് കുറച്ച് കഴിഞ്ഞ് പോയപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാൻ ഉപ്പാനോട് പറഞ്ഞു, പാവം അവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, ഏകദേശം ഒരു 15 to 20 minutes എടുക്കും സമയം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു അവർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അവർ രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതെ കുറെ നേരം ഇരിക്കും, നമുക്ക് ഉമ്മാനെയും കൂടെ കൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരാം. തിരിച്ചു വരുന്ന സമയത്തുണ്ട് ഞങ്ങളിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോ ഇവര് ഭയങ്കര സംസാരം, കൈയൊക്കെ ആക്ഷൻ എടുത്തിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആകെ എങ്ങനെയാണ്, the only language my mother knows is Malayalam. The only language Beck knows is Uzbek, which is his mother tongue, and English. ഇതൊക്കെ എന്താണെങ്കിലും ഉമ്മച്ചിക്ക് അറിയില്ല, ഉമ്മച്ചിക്ക് ഇംഗ്ലീഷും അറിയില്ല. പിന്നെ ഇതിപ്പോ എങ്ങനെയാണ് സാധിച്ചു? ഞങ്ങളിങ്ങനെ അടുത്തേക്ക് വന്നപ്പോ ഇവര് ഭയങ്കര സംസാരമാണ്. അപ്പൊ എനിക്കൊരു കാര്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നേ ഉണ്ടാവുള്ളൂ, എന്താണെങ്കിലും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഉമ്മാനോട് വിളിച്ചിട്ട് ചോദിച്ചു, ഉമ്മ എന്താ നിങ്ങൾ സംസാരിച്ചത് ചോദിച്ചു. അപ്പൊ ഉമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു, വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞതാണ്. അവന്റെ വീട്ടില് എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഇത് കറക്റ്റ് തന്നെയാണോ? ഞാൻ പതുക്കെ പോയി ബെക്കിനോട് ചോദിച്ചു, ഇതൊക്കെ തന്നെയാണോ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ ഞാൻ ചോദിച്ചു ഹൗ ഇറ്റ് ഹാപ്പൻ, ബിക്കോസ് ഉമ്മക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു? ഹി വാസ് ലൈക്ക് ഷീ മാനേജ്ഡ് ടു സേ ഓൾ ദീസ് തിങ്സ്. ഉമ്മക്ക് ചെറിയ എന്താ പറയാ, കുറച്ചൊക്കെ അറിയാം, അവിടുന്ന് ഇവിടുന്നുള്ള കുറച്ച് വാക്കൊക്കെ അറിയാം. അത് വെച്ചിട്ട് ഒപ്പിച്ചിട്ട് ഉമ്മച്ചി അത് മാനേജ് ചെയ്തു. അവര് ആ കുറച്ച് ഇംഗ്ലീഷും, ബെക്കും ഇസ് നോട്ട് വെരി പ്രൊഫഷണൽ, എന്നാലും അവർ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കും. ആ ഒരു കുറച്ച് ഇംഗ്ലീഷ് വെച്ചിട്ട് അവർ ഈ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നുള്ളതാണ്. അവിടെ ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ദ ക്വാളിറ്റി ഓഫ് മൈ മദേഴ്സ് കോൺഫിഡൻസ്. ഷീ ഈസ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് മിസ്റ്റേക്സ്. ഷീ ഡോണ്ട് നീഡ് ടു വറി. കാരണം
എനിക്ക് അത്ര അറിയുള്ളൂ, ഉള്ളത് വെച്ചിട്ട് ഞാൻ സംസാരിക്കുകയാണ്. ആൻഡ് സംസാരിച്ചു, അവിടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടന്നു. നോബഡി വാസ് അഫ്രെയ്ഡ് ഓഫ് മിസ്റ്റേക്സ്. അവർ എൻജോയ് ചെയ്തു, അവർ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു, എൻജോയ് ദ മൊമെന്റ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇഫ് ദേ ഇൻ ദാറ്റ് സച്ച് എ മൊമെന്റ് നമ്മളെ മിസ്റ്റേക്സിനെ പേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വി ഡോണ്ട് കമ്മ്യൂണിക്കേറ്റ് അറ്റ് ഓൾ. അപ്പൊ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്, ദാറ്റ് യു ഹാവ് ടു കംപ്ലീറ്റ്ലി ടേക്ക് അവേ. മിസ്റ്റേക്സിലൂടെ മാത്രമല്ലേ നമ്മൾ എന്തെങ്കിലും പഠിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിചാരം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു നെവർ ഇംപ്രൂവ്. മിസ്റ്റേക്സ് വന്നോട്ടെ, ഇറ്റ്സ് നോട്ട് എ മദർ ടങ്, ഇറ്റ് ഇസ് എ സെക്കൻഡ് ലാംഗ്വേജ്, വി കൻ സേ ഇറ്റ്സ് എ ഫോറിൻ ലാംഗ്വേജ്. നമ്മുടെ മദർ ടങ് മലയാളം നമ്മൾ സംസാരിക്കില്ലേ, ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് എങ്ങനെയാണ് നേറ്റീവ് സ്പീക്കേഴ്സ് വരെ when they speak നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരത്തില്ല. അതേപോലെ തന്നെ നേറ്റീവ് സ്പീക്കേഴ്സും when they speak they also make mistakes, it doesn't matter. Okay, so like നമ്മൾ സംസാരിക്കുമ്പോൾ of course mistakes ഉണ്ടാവും, don't care. Okay, so I will move on to the last point. You rely on your native language too much. Yes, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? You do a lot of translation. Yes, എന്താണ് നമ്മൾ ഇത്രയും ഇങ്ങനെ ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു കാരണം? ഇതുകൊണ്ടല്ലേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്? ഓഫ് കോഴ്സ്, കാരണം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത്, ഇംഗ്ലീഷ് ഇസ് എ സെക്കൻഡ് ലാംഗ്വേജ്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് വെച്ചിട്ട്, വിച്ച് ഇസ് മലയാളം. ഫസ്റ്റ് ലാംഗ്വേജിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചത്. ഓക്കെ, യാ. സോ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി സ്പീക്ക് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം വിൽ ട്രാൻസ്ലേറ്റ്. നമുക്ക് പറയാനുള്ള സാധനം നമ്മളിങ്ങനെ മലയാളത്തില് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മലയാളത്തിലാണല്ലോ. മലയാളത്തിൽ ചിന്തിച്ചതിന് ശേഷം വിൽ ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. അങ്ങനെ പറയുമ്പോഴാണ് അവിടെ ഫ്ലുവൻസി ഇല്ലാതെ, കാരണം നമ്മൾ ഒരുപാട് ഗ്യാപ്സ് എടുക്കുന്നു, നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നില്ല. കാരണം വി ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ഇൻ അവർ ഹെഡ്. ആൻഡ് റീഡ് ചെയ്യുമ്പോഴും സെയിം സാധനം തന്നെയാണ്. കാര്യം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചത് ടെക്സ്റ്റ് ബുക്ക്, ഇംഗ്ലീഷിന്റെ ടീച്ചേഴ്സ് ആണെങ്കിലും ദേ ഡോണ്ട് ടേക്ക് ക്ലാസ് ഇൻ ഇംഗ്ലീഷ്. അവർ ഫുള്ള് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. അതായത് പാരഗ്രാഫ് വായിക്കുന്നു, മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മളിങ്ങനെ ഇംഗ്ലീഷൊന്നും നമ്മൾ പഠിക്കില്ല, നമ്മൾ മലയാളത്തിന്റെ ഓരോന്നും, അതായത് ഇന്ന വേർഡ്, ഈ ഒരു സെന്റൻസ് നമ്മുടെ ലാംഗ്വേജിൽ ഇന്നതാണ് പറയുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് അല്ല നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജിന്റെ ഒരു ഇൻട്രൂഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും whenever we are using the language നമ്മൾ അവിടെയും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും biggest problem. That is why you are not improving your speaking. You are doing a lot of translation in your head which hinder you from speak English fluently. But translation എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നിർത്തണം. അത് നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? What are the techniques? നമുക്ക് all of a sudden it is not possible. കാരണം നമ്മളിത് കുറെ കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്, റൈറ്റ്? നമ്മളൊരു കാര്യം കേൾക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ലിസൺ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും അല്ലെ? ഡയറക്റ്റ് അല്ല നമ്മളിത് അതിന്റെ മീനിങ് എടുക്കുക, നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്യും. അത് തിങ്ക് ചെയ്യാൻ തന്നെ കുറച്ച് സമയം വേണം. എന്നിട്ട് പിന്നെ ഇതിന് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും we have to do a lot of translations. Okay, yeah. So how to do translation? You have to stop translating. അപ്പൊ അതിന്റെ കുറച്ച് ടെക്നിക്സ് നമുക്ക് നോക്കാം. How to do translation, how to stop translating in your head. Okay, so basically I'll be discussing 3 techniques which you can do very simply. The first one is you can start with simple vocabulary. അതായത് ശ്രദ്ധിച്ചു കേൾക്കണം, ഇത് ആക്ച്വലി നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് സിമ്പിൾ ആണ്, പക്ഷെ അത്ര സിമ്പിൾ അല്ല. കാരണം നമ്മൾ വി ഹാവ് ടു ട്രെയിൻ അവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കണം. സ്റ്റോപ്പ് ട്രാൻസ്ലേഷൻ ആൻഡ് തിങ്ക് ഡയറക്ട്ലി ഇൻ ഇംഗ്ലീഷ്. തിങ്ക് ഡയറക്ട്ലി ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ്. ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ്. ഡയറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുക. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആസ് എ ബിഗിനർ വാട്ട് യു ക്യാൻ ഡു ഇസ് just suppose if you're sitting somewhere, just sit somewhere and look around. For example, I'm sitting in this room and just look around and നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ കാണും, റൈറ്റ്? ഈ കാണുന്ന ഓരോ ഒബ്ജക്റ്റ് പേര് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുക. അപ്പൊ നമുക്കിതിൽ അറിയാത്ത കുറെ ഒബ്ജക്ട്സ് ഉണ്ടാവും, അത് നോട്ട് ചെയ്യുക, അത് എന്താണെന്ന് നമ്മൾ നോക്കുക. ഓക്കെ,
So this is something that you can do wherever you are. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ ടെക്നിക് നമ്പർ 1. ലുക്ക് അറൌണ്ട് ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് യു സീ. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടാവും. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ സിംപ്ലി നമ്മൾ വൊക്കാബുലറി പഠിച്ചു തുടങ്ങുകയാണ്. പഠിക്കുക എന്നുള്ളതല്ല, ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്ത് തുടങ്ങുകയാണ്. അറിയാത്ത സാധനങ്ങളുടെ നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ ഒരു ഒബ്ജക്ട് നമുക്കത് പക്ഷെ നമുക്ക് അറിയുന്ന ഒരു ഒബ്ജക്ട്, പക്ഷെ നമ്മൾ വി വുഡ് ബി വണ്ടറിങ് ഇതിന്റെ പേര് എനിക്ക് ഇംഗ്ലീഷിൽ അറിയില്ല, ഇത് സിമ്പിൾ ആയിട്ടുള്ള സാധനമായിരിക്കും. അപ്പൊ അതിന്റെ പേര് എനിക്ക് ഇംഗ്ലീഷിൽ അറിയില്ലല്ലോ എന്ന് നിങ്ങൾ അപ്പോഴായിരിക്കും അത്ഭുതപ്പെടുക ഒരു സിറ്റുവേഷൻ വരുമ്പോൾ. സോ ഇറ്റ് ഈസ് എ വെരി ഈസി പ്രാക്ടീസ് ദാറ്റ് യു ക്യാൻ ഡു wherever you are, whenever you want. And the second technique is make sentences in your head. That means you have to talk yourself. Throughout your day, make sentences about what is happening around you. ഇതൊരു സെൽഫ് ടോക്ക് പോലെയുള്ള ഒരു സംഗതിയാണ്. അതായത് എല്ലാവരും ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആൾക്കാരാണ്, ബട്ട് യു വിൽ ബി ടോക്കിംഗ് ടു യുവർ സെൽഫ് ഇൻ യുവർ മൈൻഡ് അല്ലെങ്കിൽ ഇൻ യുവർ ഹെഡ് അല്ലെ. നമ്മളെപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് സ്റ്റാർട്ട്. ഇഫ് യു ആർ അലോൺ, ഓൺലി ഇഫ് യു ആർ അലോൺ യു ക്യാൻ സ്പീക്ക് ലൗഡർ, യു ക്യാൻ ടോക്ക് ടു യുവർ സെൽഫ് ലൗഡർ. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞതിലെ കുറച്ച് വൈ മൈ ഇംഗ്ലീഷ് ഇസ് നോട്ട് ഇംപ്രൂവിങ് എന്ന് പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ വളരെ പാസീവ് ആണ്, ആക്റ്റീവ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ആ ഒരു സാധനത്തിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആണിത്. യു ഹാവ് ടു ടോക്ക് യുവർ സെൽഫ്. ഓക്കെ, so how can you do is that like while നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ you just talk to yourself that നിങ്ങൾ എന്താ ഒന്നും പറയണ്ട, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സിംപ്ലി try to make small sentences. For example, yeah, I'm sitting here, I'm doing my work, I'm writing it, and then in between a lot of thoughts will be coming to your head. ആ വരുന്ന കാര്യങ്ങളും യു ട്രൈ ടു തിങ്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ്. ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യണം, നോട്ട് an easy process, ബിക്കോസ് നമ്മൾ ഇത്രയും കാലം നമ്മൾ മലയാളത്തിൽ തന്നെയാണ് നമ്മളെ ചിന്തകളും. അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഇംഗ്ലീഷിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ യു മേ ഹാവ് ടു ടേക്ക് എ ലിറ്റിൽ ബിറ്റ് എഫേർട്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. ബട്ട് ഇഫ് യു ഡൂയിങ് ഇറ്റ് ഡെലിബറേറ്റ്ലി ആൻഡ് എവറി ഡേ, കൺസിസ്റ്റൻസി, ഞാൻ നേരത്തെ പറഞ്ഞത് കൺസിസ്റ്റൻസി, ഇഫ് യു ഡൂയിങ് ഇറ്റ് എവറി ഡേ, ഒരു കുറച്ച് മിനിറ്റ് sit somewhere അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് just whatever you're thinking or whatever you're seeing. For example, if you're traveling, just look outside and whatever you see, നിങ്ങൾ കാണുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത്, oh yeah, there's a nice park, I think next time I'll go there. Oh yeah, this is the dress that I've been looking for, so I'll be coming with my kids, I'll buy it. അങ്ങനെ നിങ്ങൾ കാണുന്ന എല്ലാത്തിനെയും പറ്റിയിട്ടും ചെറിയ ചെറിയ സെന്റൻസസ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുക. ഇഫ് യു ആർ അലോൺ യു ക്യാൻ സ്പീക്ക് ലൗഡർ. ഒറ്റയ്ക്കാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും എന്തോ പ്രശ്നമുണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്. ഐ റിയലി ഡിഡ് ഹാവ് സച്ച് ഓക്വേർഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഐ എം സംബഡി ഹു വുഡ് ലൈക്ക് ടു ടോക്ക്. ഞാൻ ഒറ്റയ്ക്കാവുമ്പം ഐ വുഡ് ലൈക്ക് ടു ടോക്ക് മൈസെൽഫ് ആൻഡ് ഐ വിൽ ഡു ദാറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ചില സമയത്തൊക്കെ നമ്മൾ ആളില്ലാന്ന് വിചാരിക്കും. പെട്ടെന്നൊക്കെ ആരെങ്കിലും വരുമ്പം ലൈക്ക് ഐ വിൽ ബി ലൈക്ക് അയ്യോ അവര് കേട്ടിട്ടുണ്ടാവോ, അപ്പൊ അവര് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കും. റൈറ്റ്, അപ്പൊ അങ്ങനെയുള്ള മൊമെന്റ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് സിംപ്ലി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ആണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ടെക്നിക്. ആൻഡ് മൂവിങ് ഓൺ ടു മൈ തേർഡ് ടെക്നിക്, which is recap your day. That means every day before going to bed, what you can do is just remember and summarize your day. അന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം. ഇതൊരു വണ്ടർഫുള്ളി മൂന്നെണ്ണത്തിലും ഏറ്റവും ഷുവറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ബിക്കോസ് ദിസ് വിൽ ബി ഡൂയിങ് ഇറ്റ് അറ്റ് ദ സെയിം ടൈം. എല്ലാ ദിവസവും ഒരേ സമയമായിരിക്കും ഇത് ചെയ്യുന്നത് ബിഫോർ ഗോയിങ് ടു ബെഡ്. അതിന് ഒരു പെർട്ടിക്കുലർ സമയമായിരിക്കുമല്ലോ. ജസ്റ്റ് ബിഫോർ ഗോയിങ് ടു ബെഡ്, ഇൻ ദ സെൻസ് ബിഫോർ ഗോയിങ് ടു സ്ലീപ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് വാട്ട് ഓൾ ഹാപ്പൻ, ലൈക്ക് ഫ്രം ദ മോർണിംഗ് നിങ്ങൾ എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് റിവൈസ്. ജസ്റ്റ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. കാര്യം എന്തെന്നറിയാം, ബിക്കോസ് യു ആർ നോട്ട് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്. ആ സാധനം നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യാണ്. ദാറ്റ് ഇസ് ഹൗ നമ്മളെ ബ്രെയിനിനെ നമ്മളിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദർ ഇസ് നത്തിങ് റോങ്
to stop translating. Brain, take break. In translation venda, you can directly think in English. Your brain train and gradually your brain itself, okay, now I'm done with translating, like I'm going to think in English. So there you will not have any trouble in your fluency. You will become very fluent. And when it comes to speaking, one point I would like to add, which is speak slowly. നമ്മുടെ മലയാളത്തിന്റെ ഒരു പ്രത്യേകത, മലയാളം വളരെ ഫാസ്റ്റ് പേസ് ആണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കും. ഈ ഫാസ്റ്റ് ആയിട്ട് എത്ര ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കണം അത്രയും മിസ്റ്റേക്സ് ഉണ്ടാവും. സോ ഇറ്റ്സ് ബെറ്റർ ടു സ്ലോ ഡൗൺ ആൻഡ് സ്പീക്ക്. സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നിങ്ങൾക്ക് സമയം കിട്ടും ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് യു വിൽ മേക്ക് ലെസ് മിസ്റ്റേക്സ്. എപ്പോഴും നിങ്ങൾ whenever you talk in English, you just try to slow down, use your vocabulary sentences carefully. If you slow down, കേൾക്കുന്ന ആളുകൾക്കും ഒരു പേസ് ഉണ്ടാകും. You don't have to rush. കാരണം ഇംഗ്ലീഷിന്റെ പേസും മലയാളത്തിന്റെ പേസും ഡിഫറെന്റ് ആണ്, രണ്ടിന്റെയും rhythm ഡിഫറെന്റ് ആണ്. So you just have to slow down ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ you will get some time to think എന്ന് വെച്ച് കഴിഞ്ഞാൽ thinking which word that you must say, or which sentence that you should say, correct choice of vocabulary. It will happen in a very smooth manner. Okay, so ee or point it's better to remember. So നമുക്കിനി കുറെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചുള്ളൂ. ഇനി നമുക്ക് ഡെയിലി എന്തൊക്കെ ചെയ്യണം. ഇപ്പൊ ഇവിടെ നമുക്കറിയാം 14 ഡേയ്സും കൂടെ നമുക്ക് നമ്മുടെ ലോക്ക്ഡൌൺ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ടു അക്വയർ സം സ്കിൽസ്. അപ്പൊ വൈ ഡോണ്ട്, ഇപ്പൊ ഒരുപാട് കാലമായിട്ട് നമ്മളൊക്കെ വിചാരിക്കുന്നല്ലേ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ വൈ ഡോണ്ട് യു യൂസ് ദീസ് ടൈംസ്, ദീസ് ഡേയ്സ്, കമ്മിങ് വീക്സ്. നമ്മൾ കമ്മിങ് വീക്സ് എന്ന് വെച്ചാൽ യു ഹാവ് ടു കണ്ടിന്യൂ ദാറ്റ്. പക്ഷെ ഒരു ബിഗിനിങ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, ഒരു സ്റ്റാർട്ട്. ഈ ഒരു സ്കില്ല് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിവസങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം യു ഹാവ് ടു കണ്ടിന്യൂ ദാറ്റ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുക ടു ഇംപ്രൂവ് മൈ. ഇവിടെ നിങ്ങൾ ക്യാഷ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട. യു ജസ്റ്റ് നീഡ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം, ലിറ്റിൽ ബിറ്റ് എഫേർട്ട് ഒന്നും ഉണ്ടാവില്ല. യു ജസ്റ്റ് നീഡ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം. ടൈം ആണല്ലോ ഏറ്റവും വാല്യൂ ഉള്ള സാധനം, റൈറ്റ്? യാ. സോ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. സോ യു മേ നീഡ് എ ലിറ്റിൽ ബിറ്റ് മോട്ടിവേഷൻ. You should have a little bit curiosity. And my third point is you have to play the role of whom. Affirmations are in the concept. You might be knowing what is affirmation. Yeah. So affirmation, you have to think yourself that I am somebody who is very fluent in English. And the goal achieve I can speak very fluent English. Angana ningal vicharikkanam. You have to affirm that. And then you have to ask yourself, how you have achieved this much fluency. Now you can speak like a native speaker. Native speaker, the native accent. The accent doesn't matter. You can follow. Everybody has their own accent. It's not necessary that you have to follow the British accent or American accent. But you may have to give a little bit focus on pronunciation. Oru word in pronunciation improve cheyidatane gradually nammade accent improve aagum. Okay, so എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ 4 സ്കിൽസ് ആണുള്ളത്. LSRW. So L stands for listening. That is the first skill. So listening practice ചെയ്യാൻ അല്ലെങ്കിൽ listening skill improve ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് മെയിൻലി ഞാൻ പറയുന്ന 2 techniques. One is immersion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have to immerse yourself into that language. That means ഒരു നാച്ചുറൽ വേയിൽ ഇതെങ്ങനെ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേറ്റീവ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് പോവാ, അവരോട് സംസാരിക്കുമ്പോൾ നാച്ചുറലി ഈ ഒരു ഇമേർഷൻ വിൽ ഹാപ്പൻ. ഓക്കെ, യാ. ആൻഡ് ഇവിടെ ഇത് പോസിബിൾ അല്ലല്ലോ. ഈ തരത്തിലുള്ള ഒരു ഡയറക്റ്റ് ഇമേർഷൻ ഇസ് നോട്ട് പോസിബിൾ ഫോർ us. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, we can listen to native speakers by using technology. You have a lot of applications. You have a lot of things around you. നമ്മുടെ മൊബൈലിലും നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് റിസോഴ്സസ് ഞാൻ പറഞ്ഞുതരാം. You can listen to podcast, English
Native speakers in the podcast കേൾക്കാം. So you will be get exposed to the native accent, native English. Native English specify. I prefer to listen to native speakers. കാരണം native English കേൾക്കുമ്പോൾ നമ്മുടെ listening skill improve ചെയ്യും. പല വേർഡ്സും എങ്ങനെയാ പറയേണ്ടതെന്ന് കിട്ടും. ഒരുപാട് phrases, expressions ഒക്കെ നമുക്ക് improve ചെയ്യാൻ പറ്റും. So you can listen to Google Podcast. It's an application that you can download in your Android, whichever phone you have. And അതിൽ ഒരുപാട് different sessions ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം and you can listen to the area of your interest, whichever it is. And then when it comes to radio, you can see this BBC radio. Adum ninka phone il download cheya. You can listen to news. So ivide switching nu parayna process nadakkunnundu. Ningal Malayalamil news kekkunnathu, you can listen to that in English. You can listen to radio news, BBC news. Our application phone il download ചെയ്തു കഴിഞ്ഞാൽ you can you will get access to all the British channels. British English aana, you will get acquaintance with the British English, and you can, of course, if you have Netflix and all, or if you have YouTube, you can watch English movies. Same time namukku listening nadakkum, and then we'll learn a lot of other expressions and all. And British Council, the Learn English applications under other you can access in your laptop or mobile phone. And BBC Learning English, this is my favorite YouTube channel. YouTube le BBC Learning English channel undu, adile systematic aayittu lessons kodutittundu. And ningal padikkanam enna uddeshithanengil you can watch that. And അതിന്റെ സെയിം സാധനം നിങ്ങൾക്ക് ഫോണിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ലിസൺ ടു പോഡ്കാസ്റ്റ്. എനിക്ക് ഇഷ്ടമുള്ള ഏരിയ ലാംഗ്വേജ് ആവാം, അതല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ ഡെവലപ്മെന്റ് ആവാം, സ്പിരിച്വൽ ആവാം, ഇത്തരത്തിലുള്ള ഒരുപാട് പോഡ്കാസ്റ്റുകൾ എപ്പോഴും ലൈക്ക് ഞാൻ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ജോലിയിലായിരിക്കും, നമുക്ക് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പം we can do that whenever you want. And yes, ഒരുപാട് ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഐ എം സോ സോറി, ഞാനിപ്പം ചാറ്റ്സ് ഞാൻ അങ്ങനെ നോക്കുന്നില്ല. വാട്ട് എവർ യു സേയിങ് ഞാൻ അത് കാണുന്നില്ല. എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. യെസ്, ലെറ്റ്സ് ടോക്ക് ഉണ്ട്. പിന്നെ somebody said pep talk is there. Yeah, അങ്ങനെ ഒരുപാട്. യെസ്, അതേപോലെ ഒരുപാട് സ്പീച്ചസ് ഉണ്ടല്ലോ, TEDx. അതൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങളെ ഏരിയ എന്താണോ അതിൽ മിനിമം ഒരു 5 minutes, 5 to 10 minutes. പക്ഷെ you have to do it daily. That is the only thing. And the second technique is imitation technique, which is very important. ഇതും ഞാൻ ചെയ്യാറുള്ള ഒരു സംഗതി തന്നെയാണ്. ഇമിറ്റേഷൻ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലതും നമ്മൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് പാസീവ് ആയിരിക്കും. അത് നമുക്കൊന്ന് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ while you are listening, for example, you are listening to a movie, or maybe you are listening to a speech, maybe you are listening to a TV show or interview. What you have to do is you just have to pause ചെയ്തിട്ട് പറഞ്ഞ സെയിം ഡയലോഗ് നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യാം. I do it very often because I'm somebody who is very much obsessed to acquire the British American accent. എനിക്ക് ഇഷ്ടമാണ് ആക്സെന്റ് ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണ്. So I do it a lot of time. Like you just need to, while you are listening, you just take a pause and repeat the sentence exactly as they say. അതായത് ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ടോൺ ഉണ്ടാവും, അല്ലെ? ഒരു വേ ഓഫ് സ്പീക്കിംഗ് ഉണ്ടാവും. So ആ ഒരു ഭാഷ അതിന്റെ സൗണ്ട്, there is nothing wrong to follow our own accent. Accent doesn't matter. പക്ഷെ എന്നാലും നമുക്കൊക്കെ ഒരു ചെറിയ ഒരു പാഷൻ ഉണ്ടാവുമല്ലോ, ലൈക്ക് ആസ് ദ വേ ദേ ടോക്ക്. കാരണം നമുക്കൊരു നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊനൗൺസിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷും ആളുകള് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷും എന്താവും, ഉയരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഇഫ് സംബഡി ഈസ് ടോക്കിംഗ് ഇൻ എ വെരി ഗുഡ് ആക്സെന്റ് and at the same time there is somebody whose pronunciation is not that good. ഒരുപാട് മദർ ടങ് ഇൻഫ്ലുവൻസ്, MTI എന്ന് പറയുന്നത് മദർ ടങ് ഇൻഫ്ലുവൻസോട് കൂടി സംസാരിക്കുന്ന ഒരാളും നല്ല ആക്സെന്റിൽ സംസാരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ ഇംഗ്ലീഷാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് നമ്മൾ പറയും. അത് നമ്മുടെ ഒരു കോൺസെപ്റ്റ് ആണ്. So you have all these options. Yeah, that's about listening. And when it comes to speaking skill, find a speaking partner. Yeah, that is the first option. That could
വീട്ടിലുള്ള ആരെങ്കിലും തന്നെ ആവാം ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, സ്പീക്കിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ആവാം, അല്ലെങ്കിൽ സംബഡി ഹു ക്യാൻ സ്പീക്ക് ബെറ്റർ ദാൻ യു ആവാം, അല്ലെങ്കിൽ വൺ ഓഫ് യുവർ നോൺ മലയാളി ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ വൺ ഓഫ് യുവർ നോൺ ഇന്ത്യൻ ഫ്രണ്ട് ആവാം. എനിബഡി ക്യാൻ ബി യുവർ പാർട്ട്ണർ. ആൻഡ് ഒരു ഡേ ഇത്ര സമയം, ഒരു കുറച്ചു സമയമെങ്കിലും യു മസ്റ്റ് സ്പെൻഡ് ടൈം ഇൻ സ്പീക്കിംഗ്. യു ഹാവ് ടു ഡു ദി ആക്ച്വൽ സ്പീക്കിംഗ്. സ്പീക്കിംഗ് നടന്നെങ്കിലേ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുള്ളൂ. So you have to find time for that. Yes. And then the next thing is online speaking courses. You can attend online speaking. Idu korchu cash modakkulla karyana. If you are ready to invest some money, then there are options like Linkoda, Cambly. These are some courses actually online aayittu available aayittulla chila ninge English improve cheyan vendittulla chila courses aanu. But then there you will have to invest your money. Korchu cash നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം ലൈക്ക് നിങ്ങൾക്ക് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് access to native English speakers. നിങ്ങൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സിനോട് മേ ബി ദേ വിൽ ബി ഫ്രം അമേരിക്ക ഓർ മേ ബി ദേ വിൽ ബി ഫ്രം ബ്രിട്ടനിലും അമേരിക്കയിൽ നിന്നുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. You can talk to them. അവര് നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ല് പഠിപ്പിക്കും. അപ്പം if you have to improve your speaking, you have to speak. And if you don't want to invest money, then it's better to go with find a speaking partner and do it daily. ഒരു 5 minutes എങ്കിലും മേ ബി നിങ്ങൾ ഫോൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളാണ് ഡെയിലി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്യുക. യു ടോക്ക് in English without fearing, without the fear of making mistakes. രണ്ടുപേരും ഒരേപോലെ ആണെങ്കിൽ കുഴപ്പമില്ല. And then, so these are all talking about curiosity. നിങ്ങൾക്ക് ഒരു particular level of curiosity ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. Right now when it comes to reading, yeah, ടൈം എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിലും എക്സീഡ് ആവുന്നുണ്ട്. I hope it's all right. I hope everybody is listening. Yeah. So when it comes to reading, you can read whatever that you are interested in. Okay. ഒരുപാട് കാര്യങ്ങളുണ്ട്. യു ക്യാൻ റീഡ് ടു ന്യൂസ് പേപ്പർ. അവിടെ സ്വിച്ചിങ് എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങൾ മലയാളം ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് പകരം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാം. ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് ദ ഹാർഡ് കോപ്പി, ഓൺലൈൻ ഒരുപാട് ന്യൂസ് പോർട്ടൽസ് ഉണ്ട്, ഇംഗ്ലീഷ് ന്യൂസ് പോർട്ടൽസ് ഉണ്ട്. ഡെയിലി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് ഉള്ള സമയത്തിനനുസരിച്ച് യു ക്യാൻ ചെക്ക് ദാറ്റ്, യു ക്യാൻ റീഡ് ദാറ്റ് ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് റീഡിങ് ഹാബിറ്റ്. ഒരുപാട് ബുക്സ് ഷെൽഫിൽ ഇരിക്കുന്നുണ്ടാവും. grab one English novel or book, whatever it is, just grab it and start reading it from today itself. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്സ് ഉണ്ടാവും. ബുക്സ് ഇങ്ങനെ വായിക്കാൻ ഇഷ്ടമല്ല, ഹാർഡ് കോപ്പി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എനി ഇ ബുക്ക് or you can download the PDF and start reading. And then ഒരു important technique എന്ന് പറയുന്നത് read aloud, which is wonderful. എന്തിനാ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചേഴ്സ് നമ്മളെ കൊണ്ട് ഉറക്കെ വായിപ്പിക്കലുണ്ടായിരുന്നു അല്ലെ? അത് വെറുതെ വായിപ്പിക്കലല്ല, അതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. So if you read aloud, your speaking will improve. അത് നിങ്ങളെ സ്പീക്കിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാര്യം നമ്മള് ഉറക്കെ വായിക്കാന്ന് പറയുമ്പോൾ at the same time we are reading it and we are listening to that word. രണ്ട് സാധനം ഒരേ സമയത്ത് നടക്കുകയാണ്. അപ്പം ആ ഒരു വേർഡ് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് കയറാൻ വേണ്ടി it will help. And also it will help you with your punctuation. എങ്ങനെയാണ് how to read that well, like when you speak എങ്ങനെയാണ് അത് പറയേണ്ടത് എന്നുള്ള ഒരു ഫ്ലുവൻസി നിങ്ങൾക്ക് കിട്ടും if you read aloud. It's a very good practice. നിങ്ങൾ വായിക്കുന്ന സമയത്ത് it will be good. ഒരു 1 page എങ്കിലും you try to read it aloud. Okay. And when it comes to writing, something that you have to do every day, write daily journal. Writing skill improve ചെയ്യണമെന്നുണ്ടെങ്കിൽ definitely you have to write. Reading കൊണ്ട് മാത്രം രക്ഷയില്ല. You have to write every day. Like ഡയറി ഒക്കെ എഴുതുന്ന ഹാബിറ്റ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പണ്ടെല്ലാവരും അതൊന്നും വേണ്ടല്ല, ഒരു നോട്ട് എടുത്തിട്ട് എന്തെങ്കിലും ജസ്റ്റ് റൈറ്റ് അബൌട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, വെൻ യു തിങ്ക് ഇൻ ഇംഗ്ലീഷ് യു ഹാവ് ടു റീക്യാപ്പ് യുവർ ഡേ. അങ്ങനെ എഴുതി റീക്യാപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ യു ക്യാൻ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ 5-6 sentences. ദാറ്റ് ഇസ് ഇനഫ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്. അല്ലെങ്കിൽ if you're somebody who is interested in creative writing, you can write a piece of poem or you can write a piece of short story. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസോ എന്തെങ്കിലും you try to write. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇഫ് യു സിംപ്ലി തിങ്കിങ് ആൻഡ് പ്ലാനിങ് മാത്രമേ ഉള്ളൂ, എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ.
ഇതുകൊണ്ടൊന്നും ഇത്രയും നേരം എന്റെ കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. നമ്മൾ ആദ്യം പറഞ്ഞൊരു സാധനം വൊക്കാബുലറി. വൊക്കാബുലറി ലൈക്ക് ഈ ഒരു ഈ 4 സ്കിൽസിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട വേറൊരു സാധനമാണ് വൊക്കാബുലറി. സോ ആസ് എ ഡെയിലി ഹാബിറ്റ് വാട്ട് യു ക്യാൻ ഡു ഇസ്, നിങ്ങൾ ഒത്തിരിയും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അറിയാത്ത ഒത്തിരി വേർഡ്സ്, അൺഫെമിലിയർ വേർഡ്സ് വരുന്നുണ്ടാവും. ജസ്റ്റ് പിക്ക് 5 വേർഡ്സ് ഫ്രം ദാറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 5 വേർഡ്സ്, നിങ്ങൾക്ക് അറിയാത്ത വേർഡ് പിക്ക് ചെയ്യാം. റൈറ്റ് ദാറ്റ് വേർഡ്സ് ഇൻ സെന്റൻസ്. മീനിങ് അല്ല നമുക്ക് വേണ്ടത്. ഇഫ് യു നോ വാട്ട് ഡസ് ദാറ്റ് മീൻ, ഇറ്റ് ഡസന്റ് ഹെൽപ്പ് യു. അതിന്റെ മീനിങ് എന്താണെന്ന് അറിയുന്നത് കൊണ്ട് ആ വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. യു ഷുഡ് നോ ഹൗ ടു യൂസ് ഇറ്റ്. ഇഫ് യു ഷുഡ് നോ ഹൗ ടു യൂസ് ഇറ്റ്, then you have to learn that word in context. That means you have to learn an example sentence. ഒരു വേർഡ് നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കുകയാണെങ്കിൽ do not look for the meaning. Also you have to look for the meaning. Along with that, you have to look at the example sentences. ഏതൊരു മോണോലിംഗ്വൽ, അതായത് ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഉണ്ടാവും ഒരു എക്സാമ്പിൾ സെന്റൻസ് ഉണ്ടാവും. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മീനിങ്ങിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് യു ഹാവ് ടു ലേൺ ഓൾ ദീസ് തിങ്സ് ഇൻ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റിൽ പഠിച്ചാൽ മാത്രമേ അത് പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. Okay, and motivation. When it comes to motivation, I will tell you a morning mantra which will definitely help you. Every morning when you wake up, just say this to yourself. ഈ ഒരു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇഫ് യു ആർ ഡൂയിങ് ദിസ്, this will definitely help you to think in English. This will definitely help you to invest your time, energy to learn in English. Yeah. After opening up, I mean, your eyes, after waking up, you could simply say that I'm amazing and I'm excited about learning more English today. You have to say this. Literally, you have to say this. I'm amazing and I'm excited about learning more English today. And then before going back to bed, you have to make sure that I have done something for that. Yeah. And just follow all these things in this lockdown days, and then definitely you will achieve something. And almost our presentation ending like variyana. I would like to end with where we started. Nammal endu parata start cheythathu, the limits of my language define the limits of my world. So do not let those limits define your world. അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല. It is possible for you to be a good fluent English speaker. Nothing is impossible. You can see a lot of examples around you and you're going to do it. So affirmation, you have to ask yourself, എങ്ങനെയാണ് ഞാൻ ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത്? ലൈക്ക് ഹൗ ഐ മെയ്ഡ് മൈസെൽഫ് ദിസ് ബെറ്റർ, നേറ്റീവ് ലൈക്ക് ഫ്ലുവൻസി ഒക്കെ അച്ചീവ് ചെയ്തത് എങ്ങനെയാണ്? യു ബിലീവ് യുവർ സെൽഫ് യു ഹാവ് ദാറ്റ്. ഇനി നിങ്ങൾ യു ജസ്റ്റ് ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ഐ ഹോപ്പ് യു ഹാവ് enjoyed my presentation and you made something out of it. So thank you so much for listening. This is the end of the presentation. നമ്മൾ പറഞ്ഞതിലും കുറച്ച് സമയം എടുത്തിട്ടുണ്ട്, ബട്ട് ഐ ഹോപ്പ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ. ഫ്ലോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചാറ്റ് വഴി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അഷിത മാഡം, എക്സലന്റ് സെഷൻ. താങ്ക് യു. ഹലോ മാഡം, ഇവിടെ ഇംഗ്ലീഷിന്റെ ബേസിക് ആണേ. അപ്പോ മാഡം നേരത്തെ പറഞ്ഞല്ലോ യു ആർ. കേൾക്കുന്നുണ്ട്. ഹലോ സംസാരിച്ചോളൂ സാറേ. ആരായിരുന്നു? ഹലോ, യു ആർ ടു പാസീവ്. യു ആർ ടു പാസീവ്. അതിന്റെ അർത്ഥം യു ആർ ടു പാസീവ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ദാറ്റ് ഈസ് ഇൻ റിഗാർഡ് വിത്ത് ദ സ്കിൽസ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്.
അതാണ് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ഇഫ് യു ഹാവ് ടു ഇംപ്രൂവ് യുവർ സ്പീക്കിംഗ് സ്കിൽ, നമ്മുടെ എല്ലാവരുടെയും കൺസേൺ അതായിരിക്കുമല്ലോ, ടു ഇംപ്രൂവ് അവർ സ്പീക്കിംഗ് സ്കിൽ. സോ ഇഫ് യു ഹാവ് ടു ഇംപ്രൂവ് യുവർ സ്പീക്കിംഗ് സ്കിൽ യു ഹാവ് ടു സ്പീക്ക്. സംസാരിച്ചാൽ മാത്രമേ, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെയും സ്വിമ്മിങ് പഠിക്കുന്നത് പോലെയും സൈക്ലിംഗ് പഠിക്കുന്നത് പോലെയൊക്കെ തന്നെയുള്ള ഒരു സ്കില്ലാണ് ലാംഗ്വേജ് സ്കിൽ എന്ന് പറയുന്നത്. സോ അൺലെസ് യു ഡോണ്ട് ഡു ഇറ്റ് യു വിൽ നോട്ട് അക്വയർ ഇറ്റ്. സോ നിങ്ങൾ ആക്റ്റീവായിട്ട് അത് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആ സ്കില്ല് അക്വയർ ചെയ്യുള്ളൂ. സോ ഇഫ് യു ഹാവ് ടു സ്പീക്ക് ദെൻ യു ഹാവ് ടു പ്രാക്ടീസ് സ്പീക്കിംഗ്. ഹലോ മാഡം. ഓക്കെ, താങ്ക് യു. ഹലോ. ചോദിച്ചോളൂ. പിന്നെ എന്റെ സംശയം, ഒരു പുതിയ വേർഡ് നമ്മൾ കിട്ടിയല്ലേ, അതിന്റെ മീനിങ് നോക്കണ്ടെന്ന് പറഞ്ഞു. ഹലോ, പുതിയ വേർഡ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ മീനിങ് നോക്കിയതുകൊണ്ട് വലിയൊരു ഗുണം. ഒന്നുകൂടി ഒന്ന് എന്താണ്? നമ്മളൊരു വേർഡ് സാധാരണ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് മലയാളത്തിലൂടെയാണ്. നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാ, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് പഠിക്കും, ഒരു അറിയാത്ത വേർഡ് നമ്മൾ വായിക്കും, അറിയാത്ത വേർഡിന്റെ മീനിങ് നമ്മൾ മലയാളത്തിൽ എന്താന്ന് പോയി നോക്കും, ഡിക്ഷണറി എടുത്തിട്ട് നമ്മൾ നോക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ നമുക്ക് ആകെ കിട്ടുന്നത് ആ വേർഡ് എങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജിൽ പറയുന്നത് എന്നുള്ളതിന്റെ ഒരു നോളജ് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ആ വേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഒരു സെന്റൻസിൽ ആ പെർട്ടിക്കുലർ വേർഡ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോളജ് മാത്രം, അതായത് തിയറി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റണം. whenever you learn a word you have to മീനിങ് നോക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ മീനിങ് മനസ്സിലാക്കുക, ജസ്റ്റ് എന്താന്ന് മനസ്സിലാക്കുക. മീനിങ് നോക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി റെഫർ ചെയ്യരുത്. മോണോലിംഗ്വൽ ഡിക്ഷണറി മാത്രം നോക്കുക. അതായത് ഇംഗ്ലീഷ് ഡിക്ഷണറി തന്നെ നോക്കുക. നമ്മളിപ്പം ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ ഉണ്ടാവും. അപ്പം ഇംഗ്ലീഷിൽ തന്നെ അതിന്റെ മീനിങ് നോക്കുക, മലയാളത്തിൽ നോക്കരുത്. ഇംഗ്ലീഷിൽ തന്നെ മീനിങ് നോക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ സെന്റൻസസ് ഉണ്ടാവും, ആ വേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ എക്സാമ്പിൾ സെന്റൻസസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ സെന്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് വരെ ചെയ്യാം. അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെന്റൻസ്, ആ ഒരു വേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്. മേഡം, നമ്മളിപ്പോ മലയാളം ഇപ്പൊ അങ്ങനെ പഠിച്ചല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ ഈ എന്താണ് ഗ്രാമറും കാര്യമൊന്നും പഠിക്കാതെ ഇനിയും അത് അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. നമ്മൾ അറ്റ്മോസ്ഫിയർ അത്രയും പെർഫെക്റ്റ് ആവണ്ടേ? ഹലോ, ഒന്നും കൂടി ചോദിക്കാമോ? ഗ്രാമർ നമ്മളിപ്പോ മലയാളത്തില് നമ്മള് ഗ്രാമറും കാര്യങ്ങളൊന്നും പഠിക്കാതെയാണല്ലോ മലയാളം പഠിച്ചത്. അപ്പോ അങ്ങനത്തെ ഒരു എന്താണ്, നമ്മള് കുട്ടികളാവുമ്പോ നമ്മുടെ സാഹചര്യം മൊത്തം നമ്മള് മലയാളം സംസാരിക്കുന്നത്, നമ്മൾ ഉപ്പ ഉമ്മ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ബിൽഡ് ചെയ്യാന് നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ ഇനിയൊരു സാഹചര്യം അങ്ങനെ കിട്ടാനും സാധ്യതയില്ല. ഇതിപ്പോ നമ്മൾ അത്രമാത്രം നമുക്ക് ഒരു സാഹചര്യം കിട്ടുമല്ലോ. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ സ്കൂളിലെല്ലാം പഠിച്ചതും ഇംഗ്ലീഷ് പഠിച്ചതും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്കൂളിലെല്ലാം നമ്മളൊരു 10-12 വർഷം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്, അല്ലെ? അതൊരു സബ്ജക്ട് അല്ല. നമ്മൾ മാത്സ് സയൻസ് ഒന്നും പോലെ ഒരു സബ്ജക്ട് അല്ല ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജ് ആക്ച്വലി ഒരു സ്കില്ലാണ്. സ്കില്ലിന്റെ മെയിൻ സ്കിൽ എന്ന് പറയുന്നത് സ്പീക്കിംഗ് സ്കില്ലാണ്. പക്ഷെ നമ്മൾ ഈ 10-12 വർഷം പഠിച്ചിട്ട് നമുക്കൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത്, അത്രയും അവേഴ്സ് നമ്മുടെ ലൈഫിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് ഇരുന്ന് പഠിച്ചിട്ടും അത് നമുക്ക് കഴിയുന്നില്ല. അവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ആൻസർ ഇതാണ്: ഇതൊരു സബ്ജക്റ്റ് ആയിട്ടാണ് പഠിച്ചത്. അതായത് വി വർ ഫോക്കസിങ് മോർ ഓൺ ഗ്രാമർ, അതല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്. ഇതൊരിക്കലും ഒരു സ്കില്ലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല.
അപ്പൊ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ പഠിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. പല സ്കൂളുകളിലും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചില സ്കൂളുകളിലൊക്കെ, ചില പ്രത്യേക സ്കൂളുകളിലൊക്കെ എനിക്കറിയാം അവരത് ഫോളോ ചെയ്തിട്ട്, അതായത് റൈറ്റിംഗിലല്ല, നമ്മൾ ആദ്യം സ്പീക്കിംഗ് സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് റൈറ്റിംഗ് നല്ല രീതിയിൽ റൈറ്റിംഗേ ഉണ്ടാവില്ല അവിടെ സ്പീക്കിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി റൈറ്റിംഗ് എല്ലാം ഗ്രാജുവലി, അതായത് നാച്ചുറൽ വേയിൽ തന്നെ പഠിക്കുക എന്നുള്ളത്. ഇവിടെ സർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് ഇനി നമ്മൾ റിയൽ ലൈഫിൽ ഇത് പോസിബിൾ ആണോ എന്നുള്ളത്. ഗ്രാമർ പഠിക്കണ്ട എന്നല്ല പറയുന്നത്, പോസിബിൾ ആണ്. എപ്പോ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ഇമേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സ്പോഷറിൽ പോയി നിൽക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കിംഗ് കൺട്രിയിൽ, ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ പോകുന്ന ആൾക്കാർ എത്ര അനായാസമായിട്ടാണ് മാസങ്ങൾ കൊണ്ട് നല്ല ഫ്ലുവന്റ് അറബിക് സ്പീക്കേഴ്സ് ആവുന്നത്. അവര് ഗ്രാമർ ബുക്ക് ഒന്നും നോക്കുന്നില്ലല്ലോ, അവര് കേട്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, പോസിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ് എന്ത് മാത്രമാണ് അത് നമുക്ക് പറ്റുന്നത്. എന്താണെങ്കിലും നമുക്കൊരു നേറ്റീവ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് പോയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ പോകുന്നത് നമുക്ക് പോസിബിൾ അല്ല. പക്ഷെ എന്ത് പോസിബിൾ ആണ്, വി കൻ ലിസൺ എ ലോട്ട് ഓഫ് ഇംഗ്ലീഷ്. നേറ്റീവ് സ്പീക്കേഴ്സിന്റെ ഇംഗ്ലീഷ് നമുക്ക് കേൾക്കാം. നേറ്റീവ് സ്പീക്കേഴ്സിന്റെ എന്നല്ല, യു കൻ ലിസൺ ടു ഗുഡ് ഇംഗ്ലീഷ്. ലൈക്ക് നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട്, അതിൽ നെറ്റ് കണക്ഷൻ ഉണ്ട്, നല്ല ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഇംഗ്ലീഷ് കേൾക്കാൻ പറ്റും. യു കൻ ലിസൺ ടു ന്യൂസ് കേൾക്കുന്നത് ഇംഗ്ലീഷിൽ കേൾക്കുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക, TV ഷോസ് കാണുക. അതേപോലെ ആ ഒരു ഇമേർഷൻ, യു വിൽ ഹാവ് ടു ഫീൽ ദാറ്റ് ലാംഗ്വേജ്, യു വിൽ ഹാവ് ടു ഒബ്സർവ് ദ ലാംഗ്വേജ്. അത് നമുക്ക് യു വിൽ ഹാവ് ടു സീ ദാറ്റ് ലാംഗ്വേജ്, അത് ലിസൺ ചെയ്യണം. അങ്ങനെ വി ഹാവ് ടു ഇമേഴ്സ് ourselves into that language. അങ്ങനെ നമ്മൾ ഗ്രാജുവലി മീനിങ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഒരുപാട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കാണാതെ ഒന്നും പഠിക്കണ്ടാവില്ല, പക്ഷെ ആ സാധനം ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. നമ്മൾ സംസാരിക്കുമ്പോൾ ഐ ഹാവ് എക്സ്പീരിയൻസ്, നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഓട്ടോമാറ്റിക്കലി ഏതൊരു ഫ്രേസ് ആണോ യൂസ് ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കുറച്ച് ടിപ്സ് ഉണ്ടല്ലോ നമ്മൾ ഡെയിലി ഫോളോ ചെയ്യേണ്ട, ഇതൊക്കെ ഒന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. ആൻഡ് ഗ്രാമറിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം എന്നല്ല, ഗ്രാമർ നമുക്ക് വേണം, അതിന്റെ ഒരു നോളജ് വേണം, ബട്ട് ഇറ്റ് ഷുഡന്റ് റെസിസ്റ്റ് യു ഫ്രം യൂസിങ് ദ ലാംഗ്വേജ്. ഗ്രാമർ തെറ്റിപ്പോന്ന് പേടിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുന്ന ആ ഒരു പരിധിയിലേക്ക് പോകരുത്. ഒരു സംശയം എന്താ പറയാ, നമ്മളിപ്പോ ഇംഗ്ലീഷ് ബേസിക് ആയിട്ട് ആൾക്കുന്ന ഒരു ഫോണിറ്റിക്സ് എന്ന സംഭവം നമ്മൾ ഡിക്ഷണറി നോക്കുമ്പോ കാണാം, അതിന്റെ ഫോണിറ്റിക്സ് ആണ് ഇപ്പുറത്തെ സൈഡിൽ വേറെ എന്തൊക്കെ ഒരു വര. അപ്പൊ ആ ഫോണിറ്റിക്സ് പഠിക്കാൻ എന്തെങ്കിലും അത് തീരെ അറിയാത്ത ആൾക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടോ? അത് സ്കൂളിലല്ല കോളേജിൽ പോകാത്ത ഒരാൾക്ക് അത് ഫോണിറ്റിക്സ് പഠിക്കാൻ ഒരു മാർഗം എന്താണ് മാർഗം? ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനമാണ്, ഒരു വേർഡ് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ പഠിക്കണം. അതായത് അതിന്റെ ഉച്ചാരണവും നമ്മൾ പഠിക്കണം. ഒരു വേർഡ് പഠിക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഓക്വേർഡ് മൊമെന്റ്സ് ഉണ്ടാവും. നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയാവില്ല, അപ്പൊ അടുത്തിരിക്കുന്ന ആളെ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പേടി, കാരണം നമ്മൾ പറഞ്ഞതാവില്ല അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള വേ ഓഫ് സേയിങ് ഇറ്റ്. അപ്പൊ അവിടെയാണ് ഒരു വേർഡ് എങ്ങനെയാണ് പഠിക്കുന്നത്. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ഉള്ള ഡിക്ഷണറി, ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു വേർഡിന്റെ മീനിങ് നോക്കുകയാണെങ്കിൽ തന്നെ വേർഡിന്റെ മീനിങ്ങിനോടൊപ്പം തന്നെ വരും അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ള റെക്കോർഡിങ് വരും. ആ റെക്കോർഡിങ് നിങ്ങൾക്ക് കേൾക്കാം. ആൻഡ് അത് ഓപ്ഷൻ നമ്പർ 1. ട്രാൻസ്ക്രിപ്ഷൻ ഒന്നും നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ട്, നെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി. പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ആ വേർഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പ്രൊനൗൺസിയേഷൻ റെക്കോർഡിക്കലി ഉള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. രണ്ടാമത്തത് ഡിക്ഷണറിയിലുള്ളത് നമ്മൾ അതിന് പറയാം ട്രാൻസ്ക്രിപ്ഷൻ എന്നാ പറയാം. അത് IPA എന്നാ പറയാം, ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്സ്, IPA. ഈ IPA പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ലൈക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു BBC-യിലാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ പറ്റി ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അതിലുണ്ട്, അതിന്റെ എപ്പിസോഡ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഓരോ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനും. അതിന്റെ ഒത്തിരി ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ ചെയ്യുന്ന കുട്ടികളൊക്കെ നമ്മളത് ഗ്രാജുവേഷൻ ലെവലിൽ പഠിക്കുന്നതാണ്. ഒരു ഇംഗ്ലീഷിന്റെ ടീച്ചർ എടുത്തോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ അടുത്തോ പോയി കഴിഞ്ഞാലും കുറച്ചു നേരം നിങ്ങളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല.
മാഡം ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹലോ, സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുകയാണ്, ഷമീറാണ്. ഹൗ ടു ഇംപ്രൂവ് ദി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല വണ്ടർഫുൾ ഇൻട്രസ്റ്റിംഗ് സെക്ഷൻ ആയിരുന്നു. രണ്ട് ചോദ്യമാണ്. ഒന്ന് ഹൗ ടു ഇംപ്രൂവ് ദി കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. പിന്നെ രണ്ടാമത്തെ ഹൗ ടു ഇംപ്രൂവ് ദി പ്രൊണൗൺസിയേഷൻ. നമുക്ക് അതിന് സ്പെസിഫിക് ആയിട്ട് വെബ്സൈറ്റോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സ്പെസിഫിക് സൈറ്റ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പറയുന്ന ഈ വേർഡ്സ് എന്തെങ്കിലും പറഞ്ഞ സമയത്ത് അത് കറക്റ്റ് ആണോ? ഹൗ ടു ഇംപ്രൂവ് ദ പ്രൊണൗൺസിയേഷൻ. നമ്മൾ പറഞ്ഞ വേർഡിങ്സ് ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് വെബ്സൈറ്റിലുള്ള എന്തെങ്കിലും ടൂൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഹൗ ടു ഇംപ്രൂവ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വി ആർ ഓക്കെ, ബട്ട് വി ഫീൽ ദാറ്റ് വി വർക്ക്. ബട്ട് നമ്മൾ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്, നമ്മൾ ആ ഒരു വാട്ട് ഈസ് എ ബെറ്റർ, എനി സ്പെസിഫിക് ഇതുണ്ടോ അതിന്? ഓക്കെ, സ്പീക്കിംഗ് ഞാനിപ്പോ സ്പീഡ് കൂടുതലാണ്. അപ്പൊ ഹൗ ടു റെഡ്യൂസ് ദ സ്പീഡ് വൈൽ സ്പീക്കിംഗ്. ഓക്കെ ഓക്കെ യാ. ഇപ്പൊ ഇതില് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യം എങ്ങനെയാണ് നമ്മള് പ്രൊനൗൺസിയേഷൻ ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെയാണ്, റൈറ്റ്? പ്രൊനൗൺസിയേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള ലിസണിങ് ആണ്. യു ലിസൺ ടു നേറ്റീവ് സ്പീക്കേഴ്സ്. നേറ്റീവ് ഇംഗ്ലീഷിന്റെ മീൻ അതുകൊണ്ടാണ് ഞാൻ പ്രിഫർ ചെയ്തത്. യു ക്യാൻ ലിസൺ ടു BBC റേഡിയോ, യു ക്യാൻ ലിസൺ. അതേപോലെ നേറ്റീവ് സ്പീക്കേഴ്സിന്റെ നേറ്റീവ് TV ഷോസ് ഉണ്ടാവും, ഇംഗ്ലീഷ് TV ഷോസ് ഉണ്ടാവും, സ്പീച്ചസ് ഉണ്ടാകും. അതേപോലെ തന്നെ പോഡ്കാസ്റ്റുകൾ ഉണ്ടാവും. ഈ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഓഡിയോ റെക്കോർഡിങ്സ് ആണ്. പല സബ്ജക്റ്റിലും ഉണ്ടാവും. അതിൽ തന്നെ ഇംഗ്ലീഷിന്റെ തന്നെ പോഡ്കാസ്റ്റുകളും അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പം ഇഫ് യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ ഡെയിലി ഹാബിറ്റ്, നമുക്ക് ഓൾ ഓഫ് സഡൻ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. നമ്മളിങ്ങനെ ഗ്രാജുവലി പഠിക്കുന്നതാണ്. അപ്പം നമ്മള് ഒന്നാമത്തെ കാര്യം ഇമേർഷൻ. ഒരുപാട് ഇംഗ്ലീഷ് ലിസൺ ചെയ്യാം. മേക്ക് യുവർ സെൽഫ് ഇൻ ടു ദിസ് ഹാബിറ്റ് ഓഫ് ലിസണിങ് എ ലോട്ട് ഓഫ് നേറ്റീവ് ഇംഗ്ലീഷ്. ഓട്ടോമാറ്റിക്കലി പല വേർഡ്സ് നമ്മൾ കേട്ടിട്ട് അറിയാതെ തന്നെ നമുക്ക് പഠിക്കും. ആൻഡ് ഞാൻ പറഞ്ഞത് പോലെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. കേൾക്കുന്ന ഒരു സെന്റൻസ് നിങ്ങൾ പോസ് ചെയ്തിട്ട് റിപ്പീറ്റ് ദ സെയിം തിങ് സെന്റൻസ്. അപ്പൊ അതിന്റെ പേരാണ് ഇമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തത്. അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ സ്പീഡ് റെഡ്യൂസ് ചെയ്യുക? ദാറ്റ് യു ഹാവ് ടു ഡു കോൺഷ്യസ്ലി. ഞാൻ പറഞ്ഞത് ഒരു ഫാക്ട് ആണ്. നമ്മൾ ഈ മലയാളത്തിന്റെ സ്പീഡും ഇംഗ്ലീഷിന്റെ സ്പീഡും തമ്മിൽ അതിന്റെ പേസ് ഡിഫറെന്റ് ആണ്. നമ്മൾ മലയാളം സംസാരിക്കുന്ന ആ ഒരു പേസിലല്ല ശരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്നത്. അത് കുറച്ച് സ്ലോ പേസ് ആണ്. സോ whenever you're talking, just before you're going to talk, നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് you try to slow down your speaking. സ്ലോ ഡൗൺ ചെയ്യുക. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു സാധനവും പ്രാക്ടീസ് മേക്സ് തിങ്സ് പെർഫെക്റ്റ് ആണല്ലോ. പ്രാക്ടീസ് ചെയ്യാതെ ഇത് വരില്ല. എങ്ങനെയാണെങ്കിലും സംസാരിക്കുന്ന സമയത്ത് യു ട്രൈ ടു സ്ലോ ഡൗൺ. ആ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ഒരു ഇംപ്രൂവ്മെന്റ്. കാര്യം സ്പീഡ് കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ചിന്തിക്കാൻ സമയം കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഫില്ലേഴ്സ് അത് വരില്ല. പിന്നെ ഒരുപാട് പോസസ് വരില്ല. നമുക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. ഓൾറെഡി നമ്മൾ പതുക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ we'll make less mistakes. Intentionally meditate ആയിട്ട് you have to slow down. Why can't you conduct some skill program this one? ഏതെങ്കിലും ഒരു സൈറ്റ് ഞാൻ പറയട്ടെ. ഒരു നിങ്ങൾ ഇഫ് യു ആർ വില്ലിംഗ് ടു ഇൻവെസ്റ്റ് സം മണി, ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കോഴ്സ് നല്ലതാണ്. ആ സൈറ്റ്സ് ക്യാംബ്ലി ആൻഡ് ക്യാംബ്ലി എന്ന് പറയുന്ന Lingoda, which is also another thing in which you can talk to the native speakers. Native English teachers വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരും. We can talk to them directly. Is there any site for the communication skills? How to improve the communication skills? Something like that. Not in English. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ്സ് വെച്ചാൽ ഒത്തിരിയും റിസോഴ്സസ് ഉണ്ട്. ഇപ്പം BBC-യുടെ തന്നെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് സ്പീക്കിംഗ് സ്കിൽ ആവുമല്ലോ. BBC-യുടെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ബ്രിട്ടീഷ് കൗൺസിലിന്റെ ഒത്തിരി റിസോഴ്സസ് ഉണ്ട്. അതേപോലെ ഒത്തിരിയും പിന്നെ ചാനൽസ് ഉണ്ട്. യൂട്യൂബ് ചാനൽസ് തന്നെ ഒരുപാടുണ്ട്. അപ്പം നമ്മളിത് കേൾക്കുക, പ്രാക്ടീസ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു സ്പീക്ക്. സംസാരിച്ചാൽ മാത്രമേ സ്കില്ല് ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പൊ അതിനെന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാം. ഫൈൻഡ് എ സ്പീക്കിംഗ് പാർട്ട്ണർ, അല്ലെങ്കിൽ യു ക്യാൻ ടോക്ക് ടു യുവർ സെൽഫ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തെങ്കിലും ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ. ഹലോ പറയൂ. ഹലോ മാഡം, നമ്മള്
നമ്മൾ സബ് ടൈറ്റിൽസ് വെച്ചിട്ട് മൂവി വാച്ച് ചെയ്യുന്നുണ്ടല്ലോ, അത് എത്രത്തോളം യൂസ്ഫുൾ ആണ് ആ മെത്തേഡ്? ഓക്കെ, സബ് ടൈറ്റിൽസ് വെച്ചിട്ട് സബ് ടൈറ്റിൽസ് വെച്ചും കാണാം, സബ് ടൈറ്റിൽസ് ഇല്ലാതെയും കാണാം. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കാണുന്ന സമയത്ത് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ നോട്ട് ബീങ് ഏബിൾ ടു ഫോളോ ദെയർ ആക്സെന്റ്, അവരുടെ ആക്സെന്റ്. അവർ പറയുന്ന വേർഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അല്ലെ. ആ വേർഡ് നമുക്കറിയായിരിക്കും, പക്ഷെ അവര് പറയുന്ന പ്രൊനൗൺസിയേഷൻ അല്ല നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇത് ഈ വേർഡ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ സബ് ടൈറ്റിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമ്മളത് കേൾക്കുന്നുമുണ്ട് വായിക്കുന്നുമുണ്ട്. സോ തുടക്കത്തിൽ ബിഗിനിങ്ങിലൊക്കെ നിങ്ങൾ ഡെലിബറേറ്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ ഒരു മൂവി കാണുകയാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണുകയാണെങ്കിലും എന്റെ മൈൻഡിൽ ഉണ്ടാകുന്ന ആ മൂവി എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്റെ മൈൻഡിലുള്ള ഒരു ഇന്റൻഷൻ, ഇതിലുള്ള എന്തെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റൂ, ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് കണ്ടിട്ട് അത് ഞാൻ പറയുന്ന രീതിയിലല്ല അതിന്റെ പ്രൊനൗൺസിയേഷൻ ഉണ്ടെങ്കിൽ ഞാനത് നോട്ട് ചെയ്യും. എന്തെങ്കിലും നല്ല എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ ഞാനത് മൈൻഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ വിത്ത് ആൻ ഇന്റൻഷൻ ടു ലേൺ അല്ലെങ്കിൽ ഇംപ്രൂവ്, നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഇതെല്ലാം നമുക്ക് ഉപകാരത്തിൽ വരും. ആൻഡ് ദ സെക്കൻഡ് പാർട്ട്, വിത്തൗട്ട് സബ് ടൈറ്റിൽസ് ഇല്ലാതെ കാണണം. ഒരു ബിഗിനിങ്ങിൽ സബ് ടൈറ്റിൽസ് വെച്ച് കാണാം, പിന്നീട് സബ് ടൈറ്റിൽസ് ഇല്ലാതെ കാണാം. സബ് ടൈറ്റിൽസ് ഇല്ലാതെ കാണണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ സബ് ടൈറ്റിൽസിൽ ഫോക്കസ് ആയിരിക്കും, നമ്മുടെ ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യില്ല. ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് സബ് ടൈറ്റിൽസ് കാണുക, ലിസൺ ചെയ്തിട്ട് അത് ഏത് വേർഡ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഗ്രാജുവലി ആദ്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഗ്രാജുവലി കേട്ട് കാരണം നമ്മളെ കോണ്ടെക്സ്റ്റ് കാണുന്നുണ്ടല്ലോ. മൂവി സംതിങ് ദാറ്റ് വി ആർ സീ അല്ലെ, കാണുന്ന സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. വി കൻ ഗസ്. ഗ്രാജുവലി നമുക്ക് without subtitles itself we'll be able to follow and enjoy that movie. ഹലോ മാഡം, അതുപോലെ ഹലോ, നമ്മൾ ചിലപ്പോ ഇംഗ്ലീഷ് മൂവി തിരയുമ്പോഴേ, യൂട്യൂബിലേക്ക് അടിക്കി തിരയുമ്പോഴേ, ചിലപ്പോ നമുക്ക് കേൾക്കുമ്പോ അത് ഇംഗ്ലീഷ് മൂവി എല്ലാം തന്നെ ചിലപ്പം തോന്നും. അതായത് വ്യത്യസ്തമായ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അതേപോലെ അമേരിക്കൻ ഇംഗ്ലീഷ്, കുറെ ഇംഗ്ലീഷുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും? അത് നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഒരു ആക്സെന്റ് വേരിയേഷൻസ് ആണ്. ഇംഗ്ലീഷ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഡിഫറെന്റ് ആക്സെന്റ്, മേ ബി ലൈക്ക് ദർ ഇസ് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. അപ്പൊ ഇതില് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഒരു പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. കാരണം ഒരുപാട് മൂവീസ് അമേരിക്കൻ മൂവീസ് ആണ്, ഹോളിവുഡ് മൂവീസ് എല്ലാം, അതിലെല്ലാം എന്താണ് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ് നമ്മൾ കേൾക്കുന്നത്. ആൻഡ് അതിൽ തന്നെ ഇപ്പൊ നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ തന്നെ നമ്മളിപ്പോ കേരളത്തില് നമ്മുടെ ലാംഗ്വേജസ് മലയാളം. ഈ മലയാളത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇല്ലേ. ഇപ്പൊ മലപ്പുറം മലയാളം ഉണ്ട്, ട്രിവാൻഡ്രം മലയാളം ഉണ്ട്. മലയാളത്തിൽ തന്നെ എത്ര വെറൈറ്റീസ് ഉള്ളത്. അതേപോലെ തന്നെ ഇംഗ്ലീഷിനും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഓരോ പാർട്ട് ഇപ്പൊ ബ്രിട്ടനിൽ നോക്കുകയാണെങ്കിൽ തന്നെ, can you listen to me? കേൾക്കുന്നുണ്ടോ? യെസ്. സോ ഇപ്പൊ ബ്രിട്ടനിൽ നോക്കുകയാണെങ്കിൽ തന്നെ നോർത്തേൺ പാർട്ടിലും സദേൺ പാർട്ടിലും ഒക്കെ ഡിഫറെന്റ് ആക്സെന്റ് ആയിരിക്കും. ഓരോ ഏരിയക്ക് അനുസരിച്ചും ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിഫറൻസ് ചിലപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് ചില ഇംഗ്ലീഷ് നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് നമ്മൾ പറയണത്. ബട്ട് മൈ സജഷൻ ഇസ് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. whichever English is that, നമ്മൾ gradually ഇത് കേട്ട് നമുക്ക് മനസ്സിലാവും. ആൻഡ് ഇഫ് യു ആർ സംബഡി ഹു ഇസ് ഇൻട്രസ്റ്റഡ് ടു ഇംപ്രൂവ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആക്സെന്റ് ഡെവലപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ യു ക്യാൻ വാച്ച് ദിസ് ഹാരി പോട്ടർ മൂവീസ്. ഹാരി പോട്ടർ ഇസ് എ ബ്രിട്ടീഷ് മൂവി. അപ്പൊ ഈ ഹാരി പോട്ടർ മൂവി മാത്രം കണ്ടിട്ടൊക്കെ ആക്സെന്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളവരുടെ സ്റ്റോറീസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ യു ക്യാൻ ലിസൺ ടു ഓൾ ഇംഗ്ലീഷ്. ഈവൻ ഇന്ത്യൻ ഇംഗ്ലീഷ് is also good. No English is bad. Excuse me, ma'am. Yes. Hello. പറയൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഈ ബ്രിട്ടീഷ് ആക്സെന്റ് വൈസ് നമ്മൾ നോർമലി എല്ലാവർക്കും കോമൺ ആയിട്ടൊരു ആക്സെന്റ് ഇല്ലേ, ന്യൂട്രൽ ആക്സെന്റ്? സോറി, എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ആക്സെന്റ് ഇല്ലേ, ന്യൂട്രൽ ആക്സെന്റ്?
കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു ആക്സെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് It means normally we are following that neutral accent, right? വി ഇൻ ദ സെൻസ് വി ഇന്ത്യൻസ് ആണോ ഉദ്ദേശിച്ചത്? മീൻസ് എവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സെന്റ് ആയിട്ട് കണക്കാക്കുന്നത് ന്യൂട്രൽ ആക്സെന്റ് അല്ലേ ആണോ എന്നുള്ള ഡൗട്ട്. ഓക്കെ, ഈ ആക്സെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ട്. നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ തന്നെ ഡിഫറെന്റ്, ഇപ്പൊ അങ്ങനെ ഒരു ന്യൂട്രൽ ആക്സെന്റിന്റെ കോൺസെപ്റ്റ് ആക്ച്വലി എത്രമാത്രം റിലവന്റ് ആണെന്ന് എനിക്കറിയില്ല. കാരണം ഓരോ പ്രദേശത്തെ ആളുകൾ സംസാരിക്കുന്ന ഇംഗ്ലീഷും ഡിഫറെന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് അത് അവരുടെ നേറ്റീവ് ലാംഗ്വേജോ, അത് അവരുടെ മദർ ടങ് ആണ്. ആ മദർ ടങ് തന്നെ അവർ ഓരോ കൺട്രിക്ക് അനുസരിച്ചിട്ടും അവരുടെ ആക്സെന്റും വേർഡ് ചോയ്സസും പ്രൊനൗൺസിയേഷനും ഒക്കെ ഡിഫറെന്റ് ഉണ്ട്. അതേപോലെ നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷും ഉണ്ട്. ലൈക്ക് നമ്മൾ മലയാളീസ് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ഉണ്ടാവുന്നത് നമ്മുടെ മദർ ടങ്ങിന്റെ ഇൻഫ്ലുവൻസ് ആണ്. പക്ഷെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആക്സെന്റ് എന്ന് പറയുന്നത് ഒരു പക്ഷെ മദർ ടങ് ഇൻഫ്ലുവൻസ് അധികം ഇല്ലാത്ത ഇംഗ്ലീഷ്. അതായത് മലയാളികൾക്ക് ചില വേർഡ്സ് ചിലപ്പം കറക്റ്റ് വേയിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ലൈക്ക് അറബ്സിന് ചില വേർഡ്സ് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോർത്തേൺ പാർട്ട് നോക്കുകയാണെങ്കിൽ ലൈക്ക് ഹിന്ദി സ്പീക്കേഴ്സിന് അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അവരുടെ മദർ ടങ്ങിന്റെ ഇൻഫ്ലുവൻസ് ഓഫ് കോഴ്സ് ഇംഗ്ലീഷിൽ ഉണ്ടാവും. അപ്പൊ ന്യൂട്രൽ ആക്സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ സെൻസ് നമ്മുടെ മദർ ടങ്ങിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇന്റലിജിബിൾ ആണ്. അതായത് കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും ബുദ്ധിമുട്ടില്ലാതെ. ഒരുപാട് മദർ ടങ് ഇൻഫ്ലുവൻസ് ഉള്ള ഇംഗ്ലീഷ് ആണെങ്കിൽ അത് ആളുകൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതാണ് ന്യൂട്രൽ ആക്സെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഹലോ മാം, ഇപ്പോ നമ്മുടെ ഇപ്പോ മലയാളത്തെ പോലെ തന്നെ ഹലോ ഹലോ നമ്മൾ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ആണല്ലേ നമ്മൾ അല്ലേ? അതെ, നമ്മൾ നോൺ നേറ്റീവ്സ് ആണ്, നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആണ്. ബിക്കോസ് നമ്മളെ മദർ ടങ് ഇംഗ്ലീഷ് അല്ല. നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് പൊതുവെ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുന്നത് ഈ ന്യൂട്രൽ ആക്സെന്റ് അല്ലേ? നമ്മള് ബ്രിട്ടീഷ് ആക്സെന്റ് അത് നേറ്റീവ് സ്പീക്കേഴ്സ് പൊതുവെ അല്ലെങ്കിൽ അവിടെ പോയിട്ട് അക്വയർ ചെയ്യുന്നതല്ലേ? അത് അല്ലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും എൻകറേജ് ചെയ്യുന്നത് നമ്മൾ ന്യൂട്രൽ ആക്സെന്റിനല്ലേ? അങ്ങനെ ഒരു ആക്സെന്റിന് പ്രത്യേകിച്ച് ഒരു ആക്സെന്റ് നല്ലതാണ് അല്ലെങ്കിൽ ഒരു ആക്സെന്റ് പിന്നെ ഒരു അങ്ങനെ ഒന്നും ഇല്ല. ആക്ച്വലി നമ്മൾ പറയും സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയും. ഇപ്പൊ ആക്ച്വലി അങ്ങനത്തെ കോൺസെപ്റ്റുകളൊന്നും ഇല്ല. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ചില ആളുകള് അതായത് ആക്സെന്റ് ട്രെയിനിങ് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ, അറിയില്ല? ആക്സെന്റ് ട്രെയിനിങ് ഉണ്ട്. യെസ്, ഈ ആക്സെന്റ് ട്രെയിനിങ് ബ്രിട്ടീഷ് ആക്സെന്റ്, അമേരിക്കൻ ആക്സെന്റ് ആണ് മെയിൻ ആയിട്ട്, പിന്നെ ന്യൂട്രൽ ആക്സെന്റ് ആണ്. ഈ ബ്രിട്ടീഷ് ആക്സെന്റ് അല്ലെങ്കിൽ അമേരിക്കൻ ആക്സെന്റ് ട്രെയിൻ ചെയ്യുന്നത് പൊതുവെ അവരുമായിട്ട് മീൻസ് ആ നേറ്റീവ് സ്പീക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കോൾ സെന്റർ ഇതുപോലത്തെ സ്ഥാപനങ്ങളിലുള്ള ആളുകൾക്ക് മാത്രമാണ് അവർ എൻകറേജ് ചെയ്യുന്നത്. അല്ലാത്ത ആളുകൾക്ക് അവർ മീൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് ന്യൂട്രൽ ആക്സെന്റ് പഠിക്കാനാണ്. ഞാൻ ചോദിച്ചത് ന്യൂട്രൽ ആക്സെന്റ് ഫോളോ ചെയ്യുന്നതല്ലേ, അതിന് എന്റർടൈൻ ചെയ്യുന്നതല്ലേ ഉചിതം എന്നുള്ളതാണ്. ആക്ച്വലി വിച്ച് ആക്സെന്റ് നമ്മൾ ഫോളോ ചെയ്യണം, വിച്ച് ആക്സെന്റ് വി മസ്റ്റ് എന്നുള്ളത് ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. ചില ആളുകള് ഇപ്പം ട്രെയിനേഴ്സിൽ തന്നെ ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്. സം പീപ്പിൾ സേ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഫോളോ അമേരിക്കൻ ആക്സെന്റ്. ചില ആളുകൾ പറയും ബ്രിട്ടീഷ് ആക്സെന്റ് ആണ് ചില ആളുകൾക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടം എന്ന് പറയും. ന്യൂട്രൽ ആക്സെന്റ് ഇൻ ദ സെൻസ് വിത്തൗട്ട് ന്യൂട്രൽ ആക്സെന്റ് മേ ബി ലൈക്ക് ദ ഇന്ത്യൻ ആക്സെന്റ്. ന്യൂട്രൽ ആക്സെന്റ് എന്ന് പറയുന്ന ഒരു ആക്സെന്റ് ശരിക്കും ഇല്ല. കാര്യം നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ വി ഹാവ് ഇന്ത്യൻ വേ ഓഫ് സ്പീക്കിംഗ്. ഇപ്പം വേറൊരു കൺട്രി എടുത്തു കഴിഞ്ഞാൽ ദേ ഹാവ് ദെയർ ഓൺ വേ ഓഫ് സ്പീക്കിംഗ്. കാരണം അതിനാണ് നമ്മൾ ആ ഒരു മദർ ടങ്ങിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം പക്ഷെ നമ്മള് വേൾഡ് വൈഡ് ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള കൺട്രീസ് ബ്രിട്ടനും അമേരിക്കയും ആയതുകൊണ്ടാണ് വി ടെം ടു ഫോളോ. നമ്മളെപ്പോഴും ഈ സ്റ്റാൻഡേർഡ് ആണ്. കാരണം നമ്മൾ ഇന്ത്യൻസിന് വി ഫോളോ ദ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഹലോ ഹലോ ഓക്കെ, സോ ടു ബി കൺക്ലൂഡ് നമുക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്യാലോ? ഹലോ ഒരു കാര്യം ചെയ്യാം,
നമുക്ക് ഇനിയും മാഡത്തിന്റെ ഒരു സെഷനും കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വൺ ക്വസ്റ്റ്യൻ. ഹലോ ഒരു സംശയം മാം, ഈ ഞാനിപ്പോ ഒരു അടുത്തിടെ ഒരു ബുക്ക് ഇങ്ങനെ ആൽക്കെമിസ്റ്റ് ബുക്ക് ഉണ്ടല്ലോ. ഹലോ, ദ ആൽക്കെമിസ്റ്റ് ഒരു ബുക്ക് ഉണ്ടല്ലോ, പോലോ കൊയ്ലോന്റെ ആൽക്കെമിസ്റ്റ്. ആ ബുക്ക് ഞാൻ വായിച്ചപ്പോ എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്തുകൊണ്ടാ? കുറെ ഡിക്ഷണറി എടുത്ത് നോക്കി, പക്ഷെ ഒന്നിന്റെ സെറ്റ് ആയില്ല. എന്തുകൊണ്ടാ? ഓക്കെ, നമ്മൾ ഏതൊരു കാര്യവും ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനിങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? അപ്പൊ യു ആർ നോട്ട് ദാറ്റ് മച്ച് ഇൻടു റീഡിങ്, അതാണോ പറയുന്നത്? അതോ ഒത്തിരി വായിക്കുന്ന ആൾ തന്നെയാണോ? അല്ല, ഒത്തിരി വായിക്കുന്ന ആളല്ല. ഇംഗ്ലീഷ് ബുക്ക് വല്ലാതെ വായിക്കലില്ല. കുറെ കാലത്തിന് ശേഷം ഇംഗ്ലീഷ് വായിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ആൽക്കെമിസ്റ്റ് ആരോ സജസ്റ്റ് ചെയ്ത് നല്ല ബുക്കാണ്, അങ്ങനെ എടുത്ത് വായിച്ചു. ഓക്കെ, സോ ഇതെന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. അതായത് നമ്മള് ഏതൊരു സാധനത്തിനാണെങ്കിലും ഏതൊരു കാര്യം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? വി ആർ നോട്ട് ദാറ്റ് മച്ച് ഇൻ ടു റീഡിങ്. ഒത്തിരി കാലമായി റീഡിങ് ഹാബിറ്റ് ഇല്ലാത്ത ഒരാള് നമ്മള് എടുത്ത് വായിക്കുന്ന സമയത്ത്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബിഗിനിങ്ങിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അതുകൊണ്ട് നെവർ ഗിവ് അപ്പ്. നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും യു കീപ് ഓൺ റീഡിങ്. ആൻഡ് ഓരോ വേർഡിന്റെയും വേർഡ് ബൈ വേർഡ് മീനിങ് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ വായിക്കുകയാണെങ്കിൽ ഒരു മാക്സിമം 10 പേജ് അല്ലെങ്കിൽ ഒരു 5 പേജ് പോകും. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വി വോണ്ട് ഫീൽ ലൈക്ക് റീഡിങ്. കാരണം നമ്മളിങ്ങനെ ഡിക്ഷണറി നമ്മൾ ടു മച്ച് കോൺഷ്യസ് അബൌട്ട് ദ മീനിങ്. സോ ജസ്റ്റ് കീപ് ഓൺ റീഡിങ്. ഇനി ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും യു റീഡ് ആൻഡ് ഗ്രാജുവലി. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഇപ്പം പെട്ടെന്ന് നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കാണുകയാണെങ്കിലും നമുക്ക് ആദ്യം മനസ്സിലാവുണ്ടാവില്ല. പക്ഷെ ഗ്രാജുവലി നമ്മൾ ഒത്തിരി ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ അത് പഠിക്കും, നമുക്കത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെയാണ് റീഡിങ്. നെവർ ഗിവ് അപ്പ്. കംപ്ലീറ്റ് ദാറ്റ് ബുക്ക് ആൻഡ് അടുത്ത ബുക്ക് എടുക്കുക, വായിക്കുക. ഹലോ, ഒരു കാര്യം. ഹലോ, നമ്മുടെ സെഷൻ എന്തായാലും ഓൾറെഡി എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മള് അതൊക്കെ സെഷൻ ഓൾറെഡി എക്സീഡ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും മാഡത്തിനെ വെച്ച് ഒരു സെഷനും കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യിക്കാം ഇതിന്റെ തുടർച്ചയായിട്ട്. ഇപ്പോ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെഷൻ ഓൾറെഡി 8:15 അരമണിക്കൂറിൽ കൂടുതലായി, 9 മണിയോട് അടുത്ത്. അപ്പൊ റിയലി സോറി, നമുക്ക് ഇപ്പൊ കൺക്ലൂഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മാഡത്തിന്റെ സപ്പോർട്ടോട് കൂടി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഒരു സെഷൻ വെച്ച. ഹലോ, കണ്ടിന്യൂഷൻ ആയിട്ട് എല്ലാരും, ഗോപകുമാർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. മാജിക്കൽ സെക്രട്ടറി ബദറുദ്ദീൻ ലൈനിലുണ്ടോ? ബദറുദ്ദീൻ, ഹലോ, ബദറുദ്ദീൻ ലൈനിലുണ്ടോ? ഓക്കെ ബദറുദ്ദീൻ, പ്ലീസ് പ്രപ്പോസ് ദ വോട്ടോ. താങ്ക്സ്. ഓക്കെ, നമസ്കാരം. വളരെയധികം ഒരു എഫക്റ്റീവായിട്ടുള്ള സെഷനാണ് ഇന്നിവിടെ നടന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലങ്ങ് മുഴുകിപ്പോയി എന്നത് നമുക്ക് പറയാം. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ നെയ്യാർ ഫുഡ്സിന്റെ MD-യും JCI മലപ്പുറത്തിന്റെ കരുത്തുറ്റ പ്രസിഡന്റുമായ JFD ഷമീർ നെയ്യാറിന് നന്ദി അറിയിക്കുന്നു. നമുക്ക് നല്ലൊരു ട്രെയിനിങ്, ഡീപ്പായിട്ട് തന്നെ ക്ലാസ് എടുത്ത് ട്രെയിനിങ് ചെയ്തു തന്ന നമ്മുടെയൊക്കെ JC തിരൂരിന്റെ ഫ്യൂച്ചർ ട്രെയിനർ ഓഫ് സോൺ 21 എന്ന് തന്നെ പറയാം, JC അഷിത ജാസ്മിനെ നിറപുഞ്ചിരിയോടെ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ പിന്നിൽ നമുക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടേഴ്സും ചെയ്തു തന്ന മലപ്പുറത്തിന്റെ പാസ്റ്റ് പ്രസിഡന്റ്സ്, നിലവിലെ സോൺ ഓഫീസേഴ്സുമായ മുഹമ്മദ് സുബീഷ്, JFM ഷറഫുദ്ദീൻ കാളിക്കാവ്, JC മുഹമ്മദ് സക്കീർ എന്നിവരെ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇത്ര വിജയിക്കുന്ന തിരക്കുകൾക്കിടയിലും പിന്നിൽ പ്രത്യേകിച്ച ടെക്നിക്കൽ സപ്പോർട്ട് ഗോപകുമാറിനെ പൂർവ്വം നന്ദി അറിയിക്കുന്നു. പരിപാടി ഇത്രത്തോളം ആവേശകരമാക്കി
ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പൻസ് ചെയ്ത മുഴുവൻ ജേഴ്സി നൺ ജേഴ്സി മെമ്പേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രാക്ടീസ് 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 മേക്സ് ദ പെർഫെക്റ്റ്. താങ്ക് യു ടു ഓൾ പാർട്ടിസിപ്പൻസ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ടെക്നിക്കൽ കോർഡിനേറ്റർ ഗോകുമാർ സാർ. ഹലോ, പറയൂ സർ. സാറേ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. യെസ് ഷുവർ. ഓക്കെ.